വായിച്ച വാക്യം ഹഗ്ഗായി പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിനകത്ത് അവർ ഓർക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ഓർക്കാൻ വേണ്ടി ഇന്ന് ഒരു ഓർമ്മയുടെ ശുശ്രൂഷയായിട്ട് ഈ തീരട്ടെന്ന് ഞാൻ പറയാം. പല കാര്യങ്ങളെയും ഓർക്കാനുള്ള ഒരു ശുശ്രൂഷയായിട്ട് തീരട്ടെ. പല കാര്യങ്ങളും നമ്മൾ ഓർക്കുന്നത് നല്ലതല്ലേ? ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന പ്രോമിസുകൾ ഓർക്കുന്നത് നല്ലതാണ്. ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഇസ്രായേൽ ജനത്തിന് ദൈവം പലപ്പോഴായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, പലതും മറന്ന് നിങ്ങൾ യാത്ര ചെയ്യരുത്. നിങ്ങൾ ദൈവം ആഗ്രഹിച്ച ഇസ്രായേൽ ജനത്തെ കുറിച്ച്, അവർ ദൈവം ആഗ്രഹിച്ച, ദൈവം പ്ലാൻ ചെയ്ത, ദൈവം ഒരുക്കിയ വഴികളിലൂടെ, ദൈവം ഒരുക്കിയ പദ്ധതികളിലൂടെ, ദൈവം കൊടുക്കുന്ന അനുഭവങ്ങളിലൂടെ ആ ജനം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ആ ഒരു പാത വിട്ട്, ആ ഒരു ദൈവഹിതം വിട്ട്, ആ ഒരു ഉദ്ദേശം വിട്ട് അവർ പുറത്തു പോകുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ, പഴയ ചില ഓർമ്മപ്പെടുത്തലുകൾ ദൈവം അവർക്ക് വേണ്ടി നൽകി അവരെ തിരിച്ച് ആ റൂട്ടിലേക്ക്, ദൈവഹിതത്തിലേക്ക്, ദൈവ പദ്ധതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ ഒരുപാട് ഓർമ്മപ്പെടുത്തലുണ്ട്. നമ്മൾ ഇന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന ഈ വചനം ഇവർ മറന്നുപോയി കാണും എന്ന് ദൈവം കരുതുകയാണ്. കാരണം അവർ വീണ്ടും ഒരു പ്രവാസത്തിലേക്ക് കടന്നുപോയി. ആ പ്രവാസം ബാബേൽ പ്രവാസമാണ്. നാം വായിച്ച വാക്യം ബാബേൽ പ്രവാസത്തിന്റെ കാര്യമല്ല. ഇസ്രായേൽ മിസ്രൈമിൽ പ്രവാസികളായിരുന്നിട്ട് ദൈവത്തിന്റെ ശക്തി മുഖാന്തരമായി, ദൈവത്തിന്റെ ബലമുള്ള ഭുജം കൊണ്ട് മോശയാൽ ഇസ്രായേൽ ജനത്തെ 430 വർഷത്തിന് ശേഷം മിസ്രൈമിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കി അവരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത നിത്യ നിയമത്തെ അവർ ഓർക്കണമെന്ന് അവരോട് പറയാം. നമ്മൾ അവിടെ പോയി വായിക്കുമ്പോൾ യഹോവയുടെ വലിയ സാന്നിധ്യം അവരുടെ കൂടെ യാത്ര ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹഗ്ഗായി പ്രവചനത്തിലൂടെ ദൈവീയ പ്രവാചകം വെളിപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പിൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. യഹോവയുടെ ആത്മാവ് അവരുടെ ഇടയിൽ വസിക്കുന്നു എന്നൊരു വാക്കോ വാചകമോ നമുക്ക് അവിടെ കാണാൻ കഴിയത്തില്ല. പക്ഷെ ഈ പ്രവാചകത്തിൽ എഴുതിയിരിക്കുന്നത് അവിടെ ദൈവ സാന്നിധ്യം, ദൈവം അവരുടെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിൽ അല്പം കൂടെ കൃത്യമായി, അല്പം കൂടെ വ്യക്തമായി, അല്പം കൂടെ ആഴത്തിൽ ഈ വചനം അവിടെ ഓർപ്പിക്കുകയാണ്. എന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസികളോട് ഇതിന്റെ പൊരുൾ തിരിച്ചു പറയേണ്ട കാര്യമില്ല. അവന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നല്ല ഹല്ലേലൂയ. ഒരു കര ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ മടി കാണിക്കണ്ട. നിങ്ങൾ ആലയം പണിയുന്നതിനോ ആലയം അതിന്റെ പ്രൗഢിയോടെ, അതിന്റെ മഹത്വത്തോടെ, അതിന്റെ ഹല്ലേലൂയ അവസ്ഥയോടുകൂടെ പണിയുന്നതിൽ നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. പ്രവാസത്തിൽ നിന്ന് വന്നവരാരൊക്കെയാണെന്നറിയണമെങ്കിലോ പ്രവാസത്തിന്റെ ഈ പ്രത്യേക ഹഗ്ഗായി പ്രവചനത്തിന്റെ 2 അധ്യായങ്ങളുള്ള 38 വാക്യങ്ങളുള്ള ഈ പുസ്തകത്തിന്റെ ആഴങ്ങളും അർത്ഥങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ എസ്രായുടെ പുസ്തകം 4, 5, 6 അല്ലെങ്കിൽ 3, 4, 5, 6 അധ്യായങ്ങൾ ശക്തിയോടെ 1, 2 ആവർത്തി പോയി വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ശരിക്കുമുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒരു വലിയ ഇടപെടലാണ്. ഒത്തിരി ഇടപെടലുകളുണ്ട് അതിനകത്ത് നിന്ന്. ദൈവം മനുഷ്യനോട് ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിനകത്ത് ഹഗ്ഗായി പ്രവാചകത്തിലൂടെ വെളിപ്പെട്ട ഒരു ഇടപെടലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗങ്ങളൊന്നും അവിടെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഹഗ്ഗായി പ്രവചനം എന്ന് പറയുന്ന
ഒരു പ്രവാചകൻ കൂടെ ഈ പുസ്തകത്തിൽ ആലേഖനം ചെയ്യുകയും അത് ജനത്തിന്, പുതിയ നിയമ വിശ്വാസികൾക്ക് ഈ പ്രയോജനം എന്ന രീതിയിലേക്ക് എഴുതപ്പെട്ടിട്ടുള്ളത്. ഞാൻ മടങ്ങി വരികയാണ്. എന്തിനാണ് ഓർമ്മപ്പെടുത്തുന്നത്? ദൈവം അവരുടെ കൂടെ ഉണ്ട്. ആമേൻ. ഒന്നുകൂടി പറയാം, ദൈവം അവരുടെ കൂടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച വാക്കല്ല, റോസ് അത് വായിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങൾ ഇവിടെ ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല, ദൈവം അവരുടെ കൂടെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ച ഭാഗം കൂടിയല്ല പോകുന്നത്. ഞാൻ തിരിഞ്ഞ് അവിടെ വരണം. ഞാൻ ഇന്ന് യഹോവയുടെ ഉത്സവങ്ങളെ കുറിച്ചാണ് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവിടെ വരും. ഹല്ലേലൂയ. അതുവഴി പേർ കഴിഞ്ഞ് ഈ ഭാഗം ഒന്നും തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ അവിടേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ കൊണ്ടുവരും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് റൂട്ട് മാറി വേറൊരു ഭാഗത്തേക്ക് ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ വിഷയം ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വാക്യത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ മേലോട്ട് പഠിച്ചു വരുമ്പോൾ ഹഗായി പ്രവാചകൻ മുഖാന്തരമായി ഹല്ലേലൂയ യോശുവായോടും സെരുബാബേലിനോടും കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ പ്രവാസത്തിലായിരുന്നു, നിങ്ങൾ ദൈവ സാന്നിധ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾ ഒരുപാട് നാളുകൾ വന്ന ശേഷവും ദേവാലയത്തിന്റെ പണി തുടങ്ങിയിട്ടും പണി പൂർത്തീകരിക്കാൻ കഴിയാതെ അത് അവിടെ കടന്നു. എന്നിട്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ പണിയും. ഇത് ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ പണിയും, നിങ്ങളെ കൊണ്ട് ദൈവം പണിയിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ദൈവം ദേവാലയം പണിയിപ്പിച്ചിരിക്കും. ആ പണിയിപ്പിക്കുക എന്നതിന് തെളിവ് ദൈവം പറയുന്നത് നിങ്ങളുടെ ആരോഗ്യമല്ല, മറിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ ദൂത് ഞാൻ പറയുമ്പോൾ ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഒന്ന് രണ്ട് കാര്യം ഇവിടെ പറയണം. അത് എസ്ത്രയുടെ പുസ്തകത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഇവർ ദേവാലയം പണിയാൻ തുടങ്ങി. പക്ഷെ പണിത് തുടങ്ങി നല്ലൊരു രീതിയിൽ വളരെ ആഹ്ലാദത്തോടും വളരെ ഉത്സാഹത്തോടും വളരെ സന്തോഷത്തോടും കൂടെ ഈ ജനം ഈ ദേവാലയം പണിതുകൊണ്ടിരിക്കുമ്പോൾ, ഈ ദേവാലയം പണിയാൻ നേരത്ത് തൊട്ടടുത്തുള്ള നിവാസികൾ, ആ ദേശത്തിലെ ജാതികൾ, അവർ എഴുന്നേറ്റ് വന്നിട്ട് പറയാണ്, ഞങ്ങളും ഈ ദൈവത്തെ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, വരട്ടെ. ഞാൻ ആത്മാവിൽ വരട്ടെ എന്ന് പറയുകയാണ്. പുതിയ നിയമാർത്ഥത്തിൽ വരട്ടെ ഒന്ന് പറയാമോ? വരട്ടെ. ഹല്ലേലൂയ. പക്ഷെ ഇവര് വന്ന് ദേവാലയം പണിയാൻ വേണ്ടി, ഇവർക്ക് വേണ്ടി ഞങ്ങളും നിങ്ങളുടെ കൂടെ പണിയേണ്ടതിനായി ഞങ്ങളെയും കൂടെ അനുവദിക്കൂ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അഭിഷിക്തന്മാർ, ഈ ദേവാലയം പണിയുന്നവർ പറയുന്നു, ഇല്ല, ഞങ്ങള് പണിതോളാം, നിങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ ദൈവത്തിന്റെ ദേവാലയം ഞങ്ങള് പണിതോളാം. ഇവരെന്നാ ചെയ്തെന്നറിയാമോ? നേരെ അവിടെ രാജാവിന്റെ അടുക്കൽ വിവരം അറിയിക്കുകയാണ്. ഈ നദിക്കിക്കരെയുള്ളവർ മത്സരിക്കുന്നവരാണ്, ഇവർ കപ്പം കൊടുക്കുന്നവരല്ല. ഇവർ അന്ന് ആ കാലഘട്ടത്തിലെ രാജാവിനോട് ശക്തിയോടെ ഒരു കത്തെഴുതി അറിയിക്കുന്നു. ആ കത്തിങ്ങനെയാണ്, ഇവർ ഇങ്ങനെ ദേവാലയം പണിതാൽ, ഇവർ ദേവാലയവും അതിലും പണിത് കഴിഞ്ഞാൽ രാജാവിന് വിരോധമായി ഇവർ എഴുന്നേൽക്കുകയും രാജാവിന് എതിരെ ഇവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ പണി മുടക്കണം. ദേവാലയം പണിയാൻ വേണ്ടി അനുവാദം ചോദിച്ചിട്ട് അനുവാദം കൊടുക്കാത്തതുകൊണ്ട് അവരെന്നാ ചെയ്ത് രാജാവിന് കത്തയച്ച് അത് നിർത്തലാക്കി. രാജകൽപ്പന ഇങ്ങനെയാ, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇനി ദേവാലയം പണിയണ്ട. അങ്ങനെ നിർത്തലാക്കി നിൽക്കാൻ നേരത്താണ് ഈ ഹഗായി പ്രവാചകൻ എഴുന്നേറ്റ് പ്രവചിക്കുന്നത്. ഹഗായി പ്രവാചകന്റെ പ്രവാചനം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പ്രവാചകനാകുന്ന പുരോഹിതനാകുന്ന യോശുവായും ദേശാധിപതിയാകുന്ന യഹൂദ ദേശം വാഴുന്ന ദേശാധിപതിയാകുന്ന ഹല്ലേലൂയ ഈ മനുഷ്യനും സെരുബാബേലും കൂടെ എഴുന്നേറ്റ് രാജാവിന്റെ കൽപ്പനയില്ലാതെ ദേവാലയം പണിയാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ദേശത്തിന്റെ നിയമം നിനക്ക് വിരോധമാണെങ്കിലും നിനക്കിത് പണിയുന്നതിന് കുഴപ്പമില്ല, ദൈവം നിനക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വീണ്ടും അവര് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അവര് ചോദിച്ചു, ഈ പണിയുന്ന ആൾക്കാരുടെ പേരെന്താ? ഈ പണിയുന്ന ആൾക്കാരുടെ അപ്പൊ എല്ലാവരും പണിയുന്നില്ല. ആദ്യം പണിതുകൊണ്ടിരുന്നവരാരും പണിയുന്നില്ല. ഇപ്പൊ പണിയുന്നവര് കുറച്ചു പേരേ ഉള്ളൂ. അവരുടെ പേര് ചോദിച്ച് അവരുടെ പേരുൾപ്പെടെ
രാജാവിന് എഴുതി കൊടുക്കുകയാണ്. വീണ്ടും കൽപ്പന വരികയാണ്. അന്നേരം പോയി ഈ പണിതിരുന്ന ഒരു അറിയിപ്പ് കൊടുത്ത് രാജാവിന്, ഈ പണി ഞങ്ങൾക്ക് നേരത്തെ തന്നെ കോരശ് രാജാവിന്റെ കാലഘട്ടത്തിൽ, കർത്താവിന്റെ ദാസനാകുന്ന കോരശ് രാജാവിന്റെ കാലഘട്ടത്തിൽ ദൈവം അരുളപ്പാട് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് ദേവാലയം പണിയാൻ. ഇത്ര നേരം അവര് പണിതിരുന്ന അവരുടെ കാശ് കൊണ്ടാണ്, അവരുടെ അധ്വാനം കൊണ്ടാണ്, അവരുടെ ഇതാണ്. പക്ഷെ ഈ കൽപ്പന ഇതിനെ എതിർത്തപ്പോൾ ഉണ്ടായ സംഭവം ഞാനിവിടെ ചുരുക്കി പറയാം. ദേവാലയം പണിയാനുള്ള സകല സാമഗ്രികളും അതിനുള്ള ആൾക്കാരെയും കൂടെ രാജാവ് ഇടപാട് ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യം വഴിമാറി. ഇനി ഇതിനകത്തുള്ള ഒരു കാര്യം ഞാൻ പറയാം, ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ പണി എളുപ്പമാകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവരെ പണിയാൻ വിട്ടുകൊടുക്കാതെ സ്വന്തമായി ഇത് പണിയാൻ ഇതിനകത്ത് നിന്ന് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അതിനകത്തുള്ള ക്രമീകരണങ്ങൾ മൊത്തം ദൈവത്തിൻ്റെതായിരിക്കും. ദേവാലയം പണിയാൻ ഇവിടെ ഉണർത്തിയത് കോരശ് രാജാവിന്റെ മനസ്സാണ്. ദൈവാലയം പണിയാൻ ദൈവം ഉണർത്തിയത് പണിയേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. സക്കറിയാവിനെ അവിടെ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ ഭാഗികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹഗായി പ്രവാചകൻ, യോശുവ, സെരുബാബേൽ. ഇനി അവരുടെ ലിസ്റ്റ് മൊത്തം കാണണമെങ്കിൽ വന്ന ഒരു വലിയ കൂട്ടമുണ്ട്. ഇത് പോരാണ്ട് ഒരു സെരുബാബേലിന്റെ കൂടെയൊക്കെ വന്ന ആൾക്കാരുടെ ലിസ്റ്റ് 1-2 പേരല്ല, ഒത്തിരി പേരാണ്. ഇവരെല്ലാം വന്നിട്ട് സ്വന്തമായി വീട് പണിന്ന് അവരെ താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ ഇങ്ങനെ പാർത്തുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങൾ ദേവാലയം പണിയുന്നതിനെ കുറിച്ചുള്ള വലിയ ഒരു ഉദ്യമം അവരുടെ മേൽ വന്നു. പറഞ്ഞു വന്ന കാര്യം, ഈ പണിയാൻ അവരുടെ കൂടെ യഹോവയുടെ സാന്നിധ്യമുണ്ട്. ആമേൻ. പണിയാൻ ഇവിടെ കൃത്യമായിട്ട് ഒരു ഓർമ്മപ്പെടുത്തലോട് പറയും, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിലുണ്ട്. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിലുള്ളത് കൊണ്ട് നിങ്ങളുടെ പണി ഇനി തടസ്സപ്പെടുകയില്ല. നിങ്ങൾക്ക് ഞാൻ ആഴ്ച പറഞ്ഞതാണ്, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഈ ദേവാലയത്തിന്റെ പണി അല്ലെങ്കിൽ ദേവാലയം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന പുതിയ നിയമവാക്യം പോലെ തന്നെ ഈ ദേവാലയം പണിയാതിരിക്കുന്നത് കൊണ്ട് ഇവരുടെ നന്മ മൊത്തം തടയപ്പെട്ടിരിക്കുക. 1-ാം അധ്യായം 6-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചോ. ഇതല്ല എൻ്റെ പ്രസംഗ വിഷയം. 1-6 വായിച്ചേ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ. 9-ാം വാക്യം. നിങ്ങൾ അധികം, ഇതൊന്നും ആരും കേൾപ്പിക്കത്തില്ല, ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് നന്നായി പോകും. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതേ, എന്തുകൊണ്ട്? എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാനിത് പ്രസംഗിക്കണ്ടല്ലോ, കാര്യം മനസ്സിലായില്ലേ? ഞാനോ അത് ഊതിക്കളഞ്ഞു. എന്തുകൊണ്ട്? എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവ. 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഈ ദേവാലയം പണിഞ്ഞുള്ള കാര്യം പണിത് കഴിഞ്ഞു. നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവിൻ. വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായതെന്നാൽ, നീ യഹൂദ ദേശാധിപതിയായ സെരുബ്ബാബേലിനോട് പറഞ്ഞത്, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും, ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. സെരുബ്ബാബേലിനോടുള്ള ദൂതാണ്.
നിങ്ങൾ മനസ്സിലായി കാണും. ദേവാലയം പണിയാതിരുന്നപ്പോൾ അവിടെ പറഞ്ഞ വാക്ക്, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്ന പോലെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവർ വസ്ത്രം ധരിക്കുന്നുണ്ട്, പക്ഷെ കുളിർമ മാറുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. അവർ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. അവർ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. 9-ാം വാക്യത്തിൽ കാണുന്നു, നിങ്ങൾ അധികം കിട്ടുമെന്ന് കരുതിയിരിക്കുന്നു, എന്നാൽ അത് അല്പമായി തീർന്നിരിക്കുന്നു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അതിനെ ഊതിക്കളഞ്ഞു. ആമേൻ. ഞാൻ ഈ ദിവസങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ നന്മ, ദൈവീയ അനുഗ്രഹങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. 2-3 ദിവസങ്ങളുള്ളിൽ അതിൻ്റെ അടുത്താഴ്ച വരും. അതിനകത്തൊരു ചേർന്ന് വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പം ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കി അതിനായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ, ആ ഉദ്ദേശത്തിനായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ, നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോ നമ്മൾ ഉയരത്തില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന പോലെ അങ്ങ് പോയി പോകും. ഇങ്ങനെ അല്ല ദൈവം ഒത്തിരി ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് അറിയുക. ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ദൈവം ഒരുപാട് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയുക. അതിനോട് ചേർന്ന് ഇന്നത്തെ ദൂത് ഞാൻ ഇവിടെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യഹോവ എൻ്റെ കൂടെ ഉണ്ട്, അവൻ നിങ്ങളെ പണിയുവാൻ സഹായിച്ചിരിക്കും. ആമേൻ. ഞാൻ ഇന്നത്തെ വചനദൂതിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഹഗ്ഗായി എന്ന പ്രവാചകന്റെ പേരിന്റെ അർത്ഥം സന്തോഷത്തിൽ ജനിച്ചവൻ, അവധിക്കാലത്തിൽ ജനിച്ചവൻ, അല്ലെങ്കിൽ ഉത്സവത്തിൽ ജനിച്ചവൻ എന്നാണ്. ഈ 3 പേര് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഈ 3 പേരും വന്ന് കയറുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമായിരിക്കും വിഷയം. ഉത്സവത്തിൽ നിങ്ങൾ ആ പേര് മാത്രം ഇപ്പൊ ഉത്സവത്തിൽ. ഉത്സവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഉത്സവങ്ങളല്ല ഇത്. യഹോവയുടെ ഉത്സവങ്ങളെന്ന് വിശുദ്ധ വചനത്തിനകത്ത് പറയുന്ന 7 ഉത്സവങ്ങളുണ്ട്. അപ്പം പ്രവാസത്തിലാണ് ഇവൻ ജനിച്ചത്. ഞാൻ ഈ ദൂത് പറഞ്ഞ പ്രവാസത്തിൽ ജനിച്ചവനാണ്. പക്ഷെ അവന്റെ പേരെങ്ങനെയാ വീണത്? ഉത്സവത്തിൽ ജനിച്ചവനാ. പേരിന്റെ അർത്ഥമാണ് സന്തോഷത്തിൽ ജനിച്ചവൻ. ഞാൻ ആദ്യത്തെ ദൂത് അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് ജനിച്ച സ്ഥലത്തോ ജനിച്ച ഭവനത്തിലോ ജനിച്ച് വീണ സ്ഥലങ്ങളിലോ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ ഇത് നിങ്ങളോടുള്ള ദൂതാണ്. ദൈവം നിന്നെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അർത്ഥം നിന്റെ പേരിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. യഹോവയുടെ ഉത്സവങ്ങളെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ ഫെസ്റ്റിവൽ, എന്താണ് യഹോവയുടെ ഉത്സവങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്കറിയാലോ എത്ര ഉത്സവങ്ങളുണ്ട്, എത്ര പെരുന്നാളുകളുണ്ട്? 7 പെരുന്നാളുകളുണ്ട് അല്ലേ? 7 പെരുന്നാളുകൾ. 7 പെരുന്നാളുകളെ കുറിച്ച്, അതിൻ്റെ ആഴങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കും. എങ്കിലും അത് ഞാൻ എവിടം വരെ ഇന്ന് ഇറങ്ങി വരുമെന്ന് എനിക്കറിയത്തില്ല. ആ ഭാഗങ്ങൾക്കകത്ത് ഏതൊക്കെ വിഷയം തൊടാൻ പറ്റുമോ അവിടെ മാത്രം തൊട്ട് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവിൽ തയ്യാറാകുക. വളരെ പ്രാർത്ഥനയോടെ ഈ വിഷയങ്ങൾക്കകത്ത് കാണാം. പെസഹ ഒരു പെരുന്നാളാണ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്. ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാള്, പെന്തക്കോസ് പെരുന്നാള്, കാഹള പെരുന്നാള്, മഹാപാപ പരിഹാര ദിവസം, ഇതൊരു പെരുന്നാളായിട്ട് ആഘോഷിക്കുന്ന കൂടാര പെരുന്നാൾ. ഇങ്ങനെ 7 പെരുന്നാളുകളാണ്. നമ്മൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം മുതൽ ഈ പെരുന്നാളുകളുടെ ഇൻഫർമേഷൻസുകളെയും അതിൻ്റെ സാധ്യതകളെയും കാണാൻ പറ്റും. ആമേൻ. പഴയ നിയമത്തിൽ ജീവിച്ച ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിന് അനുസ്മരിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തതാണെങ്കിൽ, ഈ പെരുന്നാളുകൾ പുതിയ നിയമത്തിലെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, അടക്കപ്പെടൽ മുതൽ ശിക്ഷാവിധി വരെയുള്ള കാലഘട്ടങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന വെളിപ്പെടുത്തലുകളുടെ വെളിപ്പാടുകളാണ്. ആമേൻ.
ഞാൻ ഈ വെളിപ്പാടുകളിലേക്കല്ല ഇന്ന് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഇതിനകത്തുനിന്ന് ഇന്ന് നമുക്ക് വേണ്ട, സഭയ്ക്ക് വേണ്ട ദൂതുകളിലേക്കാണ് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരുന്നത്. അത്യാവശ്യം ഇൻഫർമേഷനുകളും നിങ്ങൾ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുക. ഇനിയുള്ള നിമിഷങ്ങൾ നിങ്ങൾ എന്നവുമായി ശ്രദ്ധിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. എന്താണ് ഫെസ്റ്റിവൽ എന്ന് ദൈവം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ദൈവം ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോട് അസാധാരണമായി ഇടപെട്ട ചില സാഹചര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു ഈ ഉത്സവങ്ങൾ. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോട് അസാധാരണമായി, സാധാരണയല്ല അസാധാരണമായി, സാധാരണ ലെവലിൽ മന്ന കൊടുത്തിട്ടുണ്ട്. ആമേൻ. അതൊന്നും സാധാരണ കൊടുപ്പല്ല. ആമേൻ. ഹല്ലേലൂയ. ചെങ്കടലിനെ വിഭാഗിച്ചിട്ടുണ്ട്, യോർദാൻ കീറിക്കളഞ്ഞിട്ടുണ്ട്, എരിഹോവിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. മരുഭൂമിക്കകത്ത് അവരുടെ വസ്ത്രം കഴുകാതെ, അവരുടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാകാതെ, അവളുടെ ചെരുപ്പ് തേയാതെ, ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് അതിൽ ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളിലൂടെ ദൈവം ജനത്തെ നടത്തിയിട്ടുണ്ട്. ഈ കാര്യത്തെ അല്ല പറയുന്നത്, അങ്ങനെയും ദൈവം നടത്താൻ വിശ്വസ്തനാണ്. ഒന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ചു വിട്ട ചില വായനക്കുറിപ്പുകൾക്കകത്ത് നമ്മുടെ അണ്ണൻ എന്ന് പേരിട്ട് വിളിക്കുന്ന എസക്കിയൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന അഭിഷിക്തന്റെ ഒരു കുറിപ്പ് കണ്ട്. അത് ഈ അത്ഭുതത്തെ കുറിച്ചാണ്. ആ വാക്ക് നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ട്. അത്ഭുതത്തിനായിട്ടുള്ളൊരു മനസ്സ് സെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി മാത്രമേ അത്ഭുതങ്ങൾ വെളിപ്പെടത്തുള്ളൂ. അത്ഭുതത്തിൽ ജീവിക്കാൻ, അത്ഭുതത്തെ മനസ്സിലാക്കാൻ, അത്ഭുതം ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് അവൻ ഉണ്ടാക്കി എടുക്കുമ്പോൾ മാത്രമേ അവന്റെ ലൈഫിനകത്ത് അത്ഭുതം. ഹല്ലേലൂയ. അപ്പം യേശു ഭൂമിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ കൂടെ നിർത്തിക്കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ പറയാതെ അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോ കണ്ടുകൊണ്ട് നിന്നോ, നാളെ നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ കാരണം ഈ മുടന്തനായ വ്യക്തിയെ പത്രോസ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അകത്ത് വെളിപ്പെട്ട ശക്തി മാത്രമല്ല, മറിച്ച് തന്നെ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കർത്താവ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തുടർമാനമായി നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമേ ദൈവം അത് കാണിച്ചിരിക്കുന്നത്. യേശുവിന് ഭൂമിയിൽ വന്ന് താൻ പുത്രനായ കർത്താവാണെന്നോ അത്ഭുതങ്ങളൂടെ തെളിയിക്കേണ്ട ആവശ്യകതയില്ല. പക്ഷെ ആവശ്യകതയാകുന്നത് കൂടെ നടക്കുന്നവരെ പരിശീലിപ്പിക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്താണ് അതിന്റെ മർമ്മം? കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ അങ്ങ് പോകും, കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ കരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ഈ ഭൂമിയിൽ നടക്കുമെന്നും ഇതൊക്കെ നിങ്ങളിലൂടെ നടക്കുമെന്നും നിങ്ങൾ അറിയാതെ പോകരുത്. അത്ഭുതത്തിന്റെ മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നവരോട് ഞാൻ പറയുന്നു, മറ്റാരും കൂടിയില്ലെങ്കിലും നീ ചിലതിനെ പുറത്തിറക്കിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. 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 ഈ പകൽ ഞാൻ ആത്മാവിൽ സഭയെ നോക്കി പ്രവചിക്കുന്നു, വെറുതെ ഒരു പേര് നിങ്ങളുടെ തലയ്ക്ക് മീതെ വന്ന് കയറിയിട്ടില്ല. ഹഗായി പ്രവാചകന് പേര് ഉത്സവങ്ങൾക്കകത്ത് ജനിച്ചവനാണെങ്കിൽ നിങ്ങളുടെ പേര് മിറക്കിൾ ഹാർവസ്റ്റ് എന്നാണ്. പിടിക്കാൻ താല്പര്യമുള്ളവർ ആത്മാവിനെ പിടിക്ക്. ഒരു അത്ഭുതത്തിന്റെ കൊയ്ത്ത് നിന്റെ കരത്തിലൂടെ, നിന്റെ ചിന്തയിലൂടെ, നിന്റെ മനസ്സിലൂടെ ദൈവത്തിന് പുറത്തിറക്കാൻ കഴിഞ്ഞാൽ നിന്റെ കരങ്ങൾ അതിനെ പ്രവർത്തിച്ചിരിക്കും.
പഴയ നിയമം കണ്ടിട്ടില്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ. ആ വാക്ക് അങ്ങനെ തന്നെ ഞാൻ പറയുന്നു. അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാർ കാണുക യേശു കാണിച്ചു കൊടുത്തത് എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലെ അത്ഭുതം ചെയ്ത തലമുറകളുടെ ലിസ്റ്റുകൾ ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരെ കൊണ്ട് ഒതുങ്ങുകയല്ല, നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അത്ഭുതത്തിനായി ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. അത്ഭുതത്തിനായിട്ടൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ മനസ്സ് അത്ഭുതം ചെയ്യുന്നവന്റെ മനസ്സായി മാറട്ടെ. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് ധൈര്യം നൽകുന്ന ഒരു പദമാണിത്, ഒരു ആശയമാണിത്. ഹല്ലേലൂയ. നിങ്ങൾ രോഗസൗഖ്യം മേടിക്കാനുള്ളവരല്ല, രോഗസൗഖ്യം കൊടുക്കാനുള്ളവരാണ്. ഹല്ലേലൂയ. അനുഗ്രഹം മേടിക്കാനുള്ളവരല്ല, അനുഗ്രഹിക്കുവാനുള്ളവരാ. ഹല്ലേലൂയ. മേടിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് എന്നൊരു വാക്യം കിടപ്പുണ്ട്. കാരണം അവൻ ദൈവരാജ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. Come on, church. നിങ്ങളുടെ അത്ഭുതത്തിനുള്ളൊരു മനസ്സ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ദൈവം തന്റെ ജനത്തിന്റെ നടുവിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലല്ല ഇവിടെ. ചില കാര്യങ്ങൾ ദൈവം തന്റെ ജനത്തോട് ഇടപെട്ടപ്പോൾ ആ ഇടപെട്ട സംഭവങ്ങളെയും ആ ദിവസത്തെയും അവർ ഓർത്തക്കത്തക്ക രീതിയിൽ അവർക്ക് നിയമമായി കൊടുത്തു. അവർക്കത് ഉത്സവമായി വെളിപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഒരു മാസമാണ് ആബീബ് മാസം 14-ാം തീയതി. ആബീബ് മാസം നിസാൻ മാസമെന്നും ആബീബ് മാസമെന്നും രണ്ട് ഭാഷകൾക്കകത്ത് പറയുന്ന പേരാ. ഹല്ലേലൂയ. ഈ മാസം ഹല്ലേലൂയ ആണ് അവരെ ദൈവം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം പിടിച്ചു പുറത്തിറക്കിയത്. അതാണ് അവരുടെ ഒന്നാമത്തെ ഉത്സവം, പെസഹ. എന്താണ് പെസഹ എന്ന ഒന്നാമത്തെ അവരുടെ ഉത്സവം? അത് ആചരിക്കത്തക്ക രീതിയിൽ ദൈവം അവർക്ക് ഓർമ്മപ്പെടുത്തൽ കൊടുത്തത് ആ ദിവസം ആബീബ് മാസം 14-ാം തീയതിയ. ഈ ഉത്സവങ്ങളെ പൊതുവായിട്ട് ഹാഗ് എന്നാ പറയുന്നത്. ഹാഗ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എവിടെയോ ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ചല്ല, വായിച്ചതാ. ഈ ഹാഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നൃത്തം ചെയ്യുക എന്നാ. എന്താ? സന്തോഷിക്കുക. ഉത്സവം എന്തിനുള്ളതാ? നിന്നെ നടത്തിയ വിധങ്ങൾക്കകത്ത് സന്തോഷിക്കാനുള്ളതാ. അമ്മേ, അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന ഒരു സന്തോഷമാണ് എൻ്റെ ഉത്സവം. ആമേൻ. ഞാൻ ഇതിന്റെ ഈ ഭാഗം പറഞ്ഞുകൊണ്ട് അതിന്റെ ഉദ്ദേശം കൂടി ഒന്ന് പറയാം. ഈ ആവർത്തന പുസ്തകത്തിനകത്തൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ഈ ഇവരുടെ ഉത്സവത്തെ കുറിച്ച് പറയുമ്പോൾ മാസത്തിലെ 2 തവണയാണ് കിടക്കുന്നത്, 2 പ്രാവശ്യമായിട്ട് കിടക്കുന്നത്. 3 തവണ അവർ ദേവാലയത്തിൽ ചെല്ലണം. എവിടെ ചെല്ലണം? ഇവർ ആ സമയങ്ങളിൽ ഭൂമിയിൽ എവിടെയാണെങ്കിലും ഈ സമയത്ത് ഇവരെവിടെ വരണം? 20 വയസ്സിൽ പ്രായമുള്ള സകലരും എവിടെ വരണം? സകല ആൺ പൈതങ്ങളും സകല ആരും. അതിപ്പം പരിച്ഛേദന മൂലം ഇവരുമായി സഖ്യതയേർന്ന ജാതികളിൽ നിന്ന് വന്നവരാണെങ്കിൽ പോലും, ഇവരുടെ കുടുംബത്തിൽ വസിക്കുന്നവരാണെങ്കിൽ ഇവരെവിടെ ചെല്ലണം? ദേവാലയത്തിൽ. 3 തവണ. പഴയ നിയമത്തിൽ അങ്ങനെ പറ്റുള്ളായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ അല്ല. പുതിയ നിയമത്തിൽ കൃപാസനത്തിനകത്തേക്ക് എപ്പോ വേണേലും കയറി വരാം. അതുകൊണ്ടാണ് ഞായറാഴ്ചകൾ എല്ലാവരും കാണാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവര് ഒരുമിച്ച് കൂടുന്നത് ഒരു ഓർമ്മയാണ്. എന്താണ് ഒരുമിച്ച് കൂടുന്നത്? ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇവരുടെ ഹൃദയം അത് തലമുറകളിലേക്ക് പോയപ്പോഴാണെങ്കിൽ പോലും ദൈവം അവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിൽ സന്തോഷിക്കാനും അത് ഓർക്കാനും ഉള്ളൊരു സമയമാണ് ഇവിടെ ദേവാലയത്തിൽ ഇവരെ. അതുകൊണ്ട് ദൈവം ഇതിന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി
നീ ഇവിടെ വരണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹം. ഇതിനകത്ത് ചിലതൊക്കെ ഇഗ്നോർ ചെയ്ത് മറന്നു പോയിട്ടുണ്ട്. അഥവാ ശബത്തൊക്കെ ഇവര് മറന്നുപോയി. എന്താണെന്നോ ശബത്ത്? ശബത്ത് എന്ന് പറഞ്ഞാൽ ശബത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. ഇത് ആബീബ് മാസം 10-ാം തീയതിയാണ് ഈ അറുക്കണ്ട ചെമ്മരിയാടാണോ കോലാടാണോ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു കോലാടിനെയോ ചെമ്മരിയാടിനെ എടുക്കേണ്ട ദിവസമാണ് ഇത് 10-ാം ദിവസം. അതിനു മുമ്പുള്ള ദിവസങ്ങളെല്ലാം ശുദ്ധീകരണത്തിന്റെ ദിവസങ്ങളാണ്. ഇത് കഴിഞ്ഞ് ആ ദിവസത്തിൽ ദൈവം ഇവരെ ശബത്ത് അനുവദിക്കും. ശബത്ത് ദൈവം ആഗ്രഹിച്ചാണ് ഭൂമി, ദൈവത്തിന്റെ ജനം, ദൈവവും ശബത്ത് അനുഷ്ഠിക്കണമെന്ന്. ആരൊക്കെയാ? ദൈവം, ദൈവത്തിന്റെ ജനം, ഭൂമി. ദൈവം ആഗ്രഹിച്ച കാര്യമാണ്. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ പറ്റും. 6 ദിവസം സൃഷ്ടിപ്പ് നടത്തി 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു, സ്വസ്ഥതയോടെ ഇരുന്നു. ഈ സ്വസ്ഥത, ആ ഒരു പീസ്, ആ സമാധാനത്തിന്റെ ആ അന്തരീക്ഷം ജനത്തിന്റെ ഇടയിൽ എപ്പോഴും വേണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷെ പാപം ചെയ്ത ദിവസം മുതൽ അത് ഇല്ലാതായി. ഇവരെത്ര നാളാണെന്നറിയാവോ ശബത്ത് അനുഷ്ഠിക്കാതിരുന്നത്? 490 വർഷം. ഇവർ പെരുന്നാളിലേക്ക് വരാത്ത, അഥവാ ഈ ശബത്ത് എന്ന് പറയുന്നത് ഈ വർഷം തോറും ചെയ്യേണ്ട കാര്യമല്ല, അതിന് മുമ്പേ കയറി വരുന്ന കാര്യമാണ്. ഞാൻ അതിന്റെ ഭാഗം പിന്നീട് ഒരിക്കലും പറയാം. പക്ഷെ ഈ ദൂത് ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു വരാം. 490 വർഷത്തോളം ഇവർ ശബത്ത് അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് ഈ ജനം വീണ്ടും പ്രവാസത്തിലേക്ക് പിടിക്കപ്പെടാൻ കാരണമായി തീർന്നത്. ആമേൻ. അതിന്റെ ആഴം എന്നാണെന്നറിയാവോ? സംഗതി എന്നാണ്? അതിന്റെ സംഗതി എന്നാന്ന് പറഞ്ഞാൽ ഈ ആ ഒരു ശബത്തിന്റെ ക്രിയ വരുന്നത് 6 ദിവസം ജോലി, 7-ാം ദിവസം ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടാൻ വേണ്ടിയാ. ഇനി ഇത് വ്യതയോടുള്ള ബന്ധത്തിൽ വരുവാണെങ്കിൽ 6 മാസം ജോലി, 7-ാം മാസം ഫ്രീ ആയിട്ടിരിക്കുക. 6 വർഷം ജോലി, 7-ാം വർഷം ദൈവത്തിനോട്. ഇതെല്ലാം ദൈവത്തിനുള്ളതാണ്. ഇത് മൊത്തം ദൈവത്തിനുള്ളതാണ്. ഈ 6 വർഷം ജോലി ചെയ്ത ശേഷം 7-ാം വർഷം ജോലി ചെയ്യുന്നതിന് മുമ്പ് ദൈവം അവർക്ക് നിയമം കൊടുത്തിട്ടുണ്ട്. 6-ാമത്തെ വർഷം ഉണ്ടല്ലോ, 5 വർഷം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ 5 വർഷത്തേക്കുള്ളത് നിങ്ങളുടെ വീട്ടിൽ വരും. ഇതൊരു അനുഗ്രഹത്തിന് പിടിച്ചോണേ. ഈ 6-ാം വർഷം നീ ജോലി ചെയ്യാൻ നേരത്ത് ഈ 7-ാം വർഷത്തേക്ക് ഒരു ഉള്ളത് നിന്റെ വീട്ടിൽ കയറി വരും. മനസ്സിലാകുന്നവർക്കായി സോ വാക്യം ഞാൻ എടുത്തു തരാം. എല്ലാ വാക്യം ഞാൻ എടുത്തു തരാം. വാക്യം പ്രതി വാക്യം എടുത്തു തരാം. 7-ാം വർഷം ജോലി ചെയ്യാൻ നേരത്ത്, 6-ാം വർഷം ജോലി ചെയ്യാൻ നേരത്ത് 7-ാം വർഷത്തിലേക്കുള്ള ശബത്തിൽ നിനക്ക് കഴിഞ്ഞുകൂടേണ്ടത് എവിടെ വരെ വരും? നിന്റെ വീട്ടിൽ. ഇതല്ലേ പുതിയ നിയമത്തിൽ. നീ എന്തിനെ ഓർത്ത് വിചാരപ്പെടരുത്. നിനക്ക് എന്ത് കുടിക്കും, എന്ത് തിന്നും, നീ വിചാരപ്പെടരുതുള്ളൂ. നീ ഇത് നിനക്കുള്ളത് കരുതിയിട്ടുണ്ടെന്നാ പറഞ്ഞ്. പക്ഷെ ഈ 7-ാമത്തെ വർഷത്തിലേക്ക് ഇവർ വന്നപ്പോ ഇവര് ചിന്തിക്കുകയാണ്, ഇവരുടെ ദൈവത്തിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി. ഇവർ 7-ാം വർഷം പോയി ജോലി ചെയ്തു. ഈ ശബത്ത് 490 വർഷം ദൈവം ക്ഷമിച്ച് 490 വർഷം നോക്കിയിരുന്നു. അവർ പിന്മാറിപ്പോയി. അങ്ങനെയാണ് അവർ അനുസരണക്കേടിലൂടെയാണ് അവരുടെ ശാപക്കെട്ടുകളിലേക്ക് പോകുവാനിടയായി തീർന്നത്. ഞാനൊരു കാര്യം, എന്നെ ദൈവാത്മ പഠിപ്പിക്കുന്ന ഒരു കാര്യം പറയാം. ദൈവത്തിന്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ വീഴുന്നില്ലെങ്കിൽ, ദൈവീയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വീഴുന്നില്ല എങ്കിൽ, നിങ്ങൾ ആത്മീയമായ ഏതോ നിയമം നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ നിയമം ബ്രേക്ക് ചെയ്യാതിരുന്നാൽ നിന്റെ വീട്ടിൽ അനുഗ്രഹം കയറിയിരിക്കും. ഇതാണ് അതിന്റെ പ്രിൻസിപ്പൽ. ഇത് പുതിയ നിയമത്തിലും ഈ സിസ്റ്റത്തിന് മാറ്റമില്ല. സിസ്റ്റത്തിന് ഒരിക്കലും മാറ്റമില്ല. നിയമത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ഇത് നിയമമല്ല, സിസ്റ്റമാണ്. അത് പുതിയ നിയമത്തിലാണെങ്കിൽ അത് പരിഷ്കരിച്ച് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും നന്നാക്കി തന്നേ ഉള്ളൂ. പക്ഷെ സിസ്റ്റങ്ങൾക്കൊന്നും മാറ്റങ്ങളില്ല.
ദൈവവും മനുഷ്യനും തമ്മിൽ വെച്ചിരിക്കുന്ന നിയമത്തെ അത് അറിയാതെയോ അറിഞ്ഞോ അതിനെ ബ്രേക്ക് ചെയ്താൽ അനുഗ്രഹം കയറേണ്ട അടുത്ത് ശാപം വന്ന് കേറും. ഹല്ലേലൂയ. ഈ പെസഹ എന്ന് പറയുന്നത് ഓർമ്മയ്ക്കായിട്ട് കൊടുത്ത അഥവാ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പിടിച്ചു പുറത്തിറക്കാൻ നേരത്ത് എല്ലാ കടിഞ്ഞൂലുകളും മിസ്രൈമിലെ മൃഗങ്ങളാകട്ടെ മനുഷ്യനാകട്ടെ വീട്ടിലെ കടിഞ്ഞൂലുകളെല്ലാം മരണത്തിലേക്ക് പോയപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കടിഞ്ഞൂലുകളെ മുഴുവൻ സൂക്ഷിച്ചു, രക്ഷിച്ചു എന്നതിന് ഒരു ഓർമ്മ പുതുക്കലായിരുന്നു പെസഹ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഈ പൊതുവായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു വരാം. ദൈവം കൊടുത്ത അനുഗ്രഹം, അവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹത്തെ ദൈവം വർദ്ധിപ്പിക്കാനും ഇവർക്ക് ബാക്കിയുള്ളതിനെ ദൈവം ബ്ലസ് ചെയ്യാൻ വേണ്ടിയാണ് പെന്തക്കോസ് പെരുന്നാൾ വെച്ചത്. ഇതൊരു ഓർമ്മയുടെ ശുശ്രൂഷയാണ്, അതൊരു അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ. ഈ ഇസ്രായേൽ ജനത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഒരു വാക്യം കൊണ്ടുവരണം. 2 പ്രാവശ്യങ്ങളിലായിട്ട് 3 പ്രാവശ്യങ്ങളിലായിട്ട് 7 ഉത്സവങ്ങൾ ആചരിക്കുവാൻ ദൈവജനം ഈ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? ചെറിയ കാര്യമാണ്. എന്റെ മനസ്സിനകത്തുള്ള ഒരു ആശയോടെ പറഞ്ഞിട്ട് ഇതിനകത്ത് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇവര് ദേവാലയം പണിതപ്പോഴും അവര് വേല ചെയ്തപ്പോഴും ഇവരുടെ ജീവിതശൈലി ഇപ്പോഴും അങ്ങനെയാണ്. ജീവിതശൈലി എന്ന് പറഞ്ഞ് ഒരു കൈയിൽ പണിയാനുള്ള ആയുധവും മറ്റേ കൈയിൽ യുദ്ധം ചെയ്യാനുള്ള ആയുധവും, ഇങ്ങനെയാണ് അവരുടെ ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ പോലെ കുറച്ചു പേര് ക്രിക്കറ്റ് കളിക്കാനും കുറച്ചു പേര് ഫുട്ബോൾ കളിക്കാനും കുറച്ചു പേര് വേറെ ആ പരിപാടി അവരില്ല. അവരുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെ യുദ്ധം അഭ്യസിപ്പിക്കും. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് പോകുന്നത്. പണ്ട് കാലഘട്ടത്തിലും ഇവരതാണ് കാര്യം. അവർക്ക് എപ്പോഴും ഉണ്ട്, എന്തുകൊണ്ട്? യുദ്ധമുണ്ട്. അവർക്കെപ്പോഴും യുദ്ധവീരനായ യഹോവ അവരുടെ മുമ്പിൽ എപ്പോഴും യുദ്ധവീരനായ യഹോവ അവരുടെ എപ്പോഴും അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഇവരോട് പോരാടുന്ന ഇവർക്കെതിരെ നിൽക്കുന്ന പഴയ നിയമത്തിലെ ജാതികളുണ്ട്. അവരെ ജയിക്കുവാൻ വേണ്ടി എപ്പോഴും ആയുധം നേടിക്കൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് 7 ഉത്സവങ്ങൾ കിടക്കുന്നത്. ഈ ഉത്സവ ദിവസത്തിൽ ഇവരെല്ലാം അവിടെ പോകും. ഇവിടുത്തെ ആണുങ്ങളെല്ലാം അവിടെ പോകും, ദേവാലയത്തിലേക്ക് പോകും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ അനുഗ്രഹത്തിന്റെ ദൂത് പറഞ്ഞപ്പോ ഇതുകൂടെ പറയാതെ പോയാൽ പറ്റത്തില്ല. വാക്കിങ്ങനെയാണ് കിടക്കുന്നത്. ഇവര് ദേവാലയത്തിലേക്ക് പോകുന്ന ദിവസങ്ങളിൽ ഇവരുടെ ഭവനങ്ങൾ അനാഥമായി കിടക്കുകയാണ്. അവിടെ പെൺകുട്ടികളും സ്ത്രീകളും മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ദിവസം ദൈവം അവരുടെ വീട്ടിൽ ഇറങ്ങി നിൽക്കും. പുറപ്പാട് പുസ്തകം 44 അധ്യായത്തിൽ സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ കർത്താവിന്റെ മുൻപാകെ വരേണം. എത്ര പ്രാവശ്യം വരണം? 3 പ്രാവശ്യം. ഒരു വർഷം 3 പ്രാവശ്യം. 3 പ്രാവശ്യം. ഇത് ഞാൻ ഇത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 പ്രാവശ്യം നിങ്ങൾ എവിടെ വരണം? ദേവാലയത്തിൽ വരണം. ഇവിടെ വരുന്ന കാര്യമല്ല, ഇവിടെ എല്ലാ ആഴ്ചയിലും വരണം. അവരുടെ കാര്യം പറഞ്ഞേ. 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോകുമ്പോൾ ഞാൻ ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. ഇതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? ഇവര് ഒരു സംവത്സരത്തിൽ 7 ഉത്സവങ്ങൾ ആചരിക്കാൻ വേണ്ടി ഇവർ 2 സമയങ്ങളിലായിട്ട് ഇവരവിടെ ചെല്ലും, ദേവാലയത്തിൽ പോകും. അപ്പം മാനുഷികമായി ചിന്തിച്ചാൽ ഇവരുടെ വീടപ്പ അനാഥമാണ്.
ഈ അനാഥപ്പാക്കപ്പെട്ട് കിടക്കുന്ന ഇവരുടെ വീടോ ഇവരുടെ സ്ത്രീയോ പുരുഷനെയോ ജാതികൾക്ക് മോഹിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം അവരുടെ ഇടയ്ക്ക് നിൽക്കും. ഓ, എന്റെ ദൈവം എത്ര സൂപ്പറാണെന്ന് ചിന്തിക്കാൻ എത്ര പേർക്ക് വരും? ഇതുപോലൊരു ദൈവത്തെ, ഇങ്ങനെ ഇടപെട്ട ദൈവമാണ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ. ആരാധന എന്ന് മാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇത് എന്തിനാ പറഞ്ഞെന്നുള്ളതാണ്. നീ എന്തേലും ഇട്ടേച്ച് പോരുമ്പോ ഒന്നും നഷ്ടപ്പെടുന്നുണ്ടെന്ന് ചിന്തിക്കണ്ട. എങ്ങോട്ടാ? മിറക്കിൾ ഹാർവസ്റ്റിൽ രാവിലെ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നു കയറുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊന്നും നഷ്ടമാകുന്നില്ല. ഈ സമയം നിന്റെ അവസ്ഥ മൊത്തവും ദൈവകരത്തിലാണ്. ഹല്ലേലൂയ. ഒന്നൊന്ന് കർത്താവിനെ സ്തുതിച്ചു നോക്കൂ. ഇത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇവര് മടങ്ങി വരുമ്പോൾ ഇവര് യുദ്ധം നിന്നതിനെ നന്നായി അവരുടെ കുടുംബം കിടക്കും. ഞാനൊരു കാര്യം ആത്മാവിൽ പറയാം. ദൈവം നിനക്ക് നിയമിച്ചതിനകത്ത് കയറി നിൽക്കാമെങ്കിൽ നീ അനാഥമാകത്തില്ല. നിന്റെ സമ്പത്ത് അനാഥമായി പോകത്തില്ല. നിന്റെ കുടുംബം അനാഥമായി പോകത്തില്ല. ഞാൻ ആത്മാവിൽ ഒരുപാട് പറഞ്ഞൊരു ദൂത് പറയാം. നിനക്ക് നന്നാക്കാൻ പറ്റിയതിനേക്കാൾ നന്നായി എൻ്റെ ദൈവം അതിനെ നന്നാക്കും. ഈ ദൂത് സഭയോട് ഇന്ന് പറയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര നേരം ഇത് പറഞ്ഞത്. നീ നോക്കിയതിനേക്കാളും നിന്റെ കുടുംബത്തെ നോക്കാൻ എൻ്റെ ദൈവത്തിന് അറിയാം. നീ പരിപാലിച്ചതിനേക്കാളും നന്നായി നിന്റെ കുടുംബത്തെ പരിപാലിക്കാൻ എൻ്റെ ദൈവത്തിന് അറിയാം. പുതിയ നിയമത്തിനകത്തെ ആശയം ഞാൻ പറയാം. നീ കർത്താവിൻ്റെ ദേവാലയം പണിയുന്നവനാണെങ്കിൽ, നീ കർത്താവിൻ്റെ രാജ്യം പണിയുന്നവനാണെങ്കിൽ നിന്റെ വീട് നോക്കാൻ എൻ്റെ ദൈവത്തിന് അറിയാം. ഇന്ന് പകല് ഹല്ലേലൂയ, കർത്താവ് നിമിത്തം എന്തെങ്കിലും നീ നഷ്ടപ്പെടുത്തിയാൽ അത് ഇരട്ടിയായി നിന്റെ വീട്ടിൽ കയറി വരും. ഓ, ഇതൂത് അക്ഷരാർത്ഥത്തിൽ പിടിക്കാൻ താല്പര്യമുള്ളവര് നന്നായി പിടിച്ചോണം. നീ ചെലവാക്കുന്ന സിംഗിൾ പൈസയ്ക്ക് വരെ ദൈവരാജ്യം സംബന്ധിച്ച് വിലയുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തിന് കൊടുക്കുന്നത് സംബന്ധിച്ച് വിലയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പ്രസംഗിക്കേണ്ട ഭാഗം എങ്കിലും തൊട്ടുപോകാം. ഇവിടെ നിങ്ങൾ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി, ഇത് എനിക്കറിയത്തില്ല മറ്റുള്ളവർ പറയണമെന്ന്, പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന കാര്യമാണ്, ആത്മാവിൽ ഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ദൈവം നൽകുന്ന നന്മ അത് ദൈവാലയത്തിൽ കൊണ്ടുവരാം. ആമേൻ. ബൈബിൾ പഴയ നിയമത്തിൽ കാണുന്ന ഒരു വാക്കാണ്. പുതിയ നിയമത്തിൽ അതിന്റെ സാംശീകരണമുണ്ട്. പുതിയ നിയമത്തിലെ വാക്കിൽ ഞാൻ പറയാം. ഹല്ലേലൂയ. രണ്ട് യജമാനന്മാരുടെ ഭരണത്തിന് നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കരുത്. അതില് ഒരേ യജമാനൻ ദൈവമാണ്. ദൈവത്തിന്റെ ഭരണത്തിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. മറ്റേ യജമാനൻ എന്ന് പറയുന്നത് പണമാണെന്നാണ് കാണുന്നത്, മാമോൻ. പക്ഷേ ഞാൻ ആത്മാവിൽ അതിനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പണത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. സാത്താൻ ഭൂമിയെ മലിനമാക്കിയപ്പോൾ, എന്റെ വാക്ക് കേൾക്കാമോ? സാത്താൻ ഭൂമിയെ മലിനമാക്കിയപ്പോൾ ഈ ഭൂമിയിലുള്ള സകലതും മലിനമായി പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സമ്പത്തും അവൻ മലിനമാക്കി. മലിനമാക്കിയതിനെയെല്ലാം യേശുക്രിസ്തു തന്റെ ശരീരമായ സഭയെ കൊണ്ട് അശുദ്ധീകരിക്കുന്നത്. ആദ്യം നമ്മളെ അവൻ ശുദ്ധീകരിച്ചു. ബാക്കിയുള്ളതിനെല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന എന്താ? സഭയാണ്. റോമാലേഖനത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. ഈ സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ട് കിടക്കുക. പുത്രന് ലഭിച്ച സ്വാതന്ത്ര്യം എന്താണെന്ന് പുത്രൻ പറയും. ആരാ പുത്രൻ? ഞാനും നിങ്ങളുമാണ് പുത്രൻ. നമ്മൾ പറയുന്ന സ്വാതന്ത്ര്യത്താലാണ് ഭൂമിയിൽ സംഭവിച്ച മലിനതകൾ മുഴുവൻ മാറിപ്പോകുന്നത്. ആമേൻ. യേശുക്രിസ്തു മൂലം പുത്രനായ എന്നിൽ സംഭവിച്ചത് ഞാൻ മൂലമാണ് ഈ ഭൂമിക്ക് വിടുതൽ കിട്ടുന്നത്.
ദൈവം നിങ്ങളെന്ന പുത്രനകത്ത് ദൈവം ചെടുത്ത ശുദ്ധീകരണം അനുസരിച്ചാണ്, നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ അന്തരീക്ഷങ്ങൾക്കകത്ത് വിശുദ്ധീകരണം സംഭവിക്കുന്നത്. ആമേൻ. ദൈവം അതിനുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു. അറിയാ? ആമേൻ. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന പണമാണെങ്കിലും ജോലി ചെയ്ത് കൊണ്ടുവരുന്നതാണെങ്കിലും അതും ശാപത്തിന് കീഴിലുള്ള പണമാണ്. ശാപത്തിന് കീഴിലുള്ള പണമാണ്. ഇതിൻ്റെ മേലുള്ള ശാപം മാറാൻ വേണ്ടിയാണ് അതിലെ 10% ദൈവാലയത്തിൽ കൊണ്ടുവരുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്തിനാണ്? ചിലർ പറയുന്നുണ്ട് ദൈവത്തിന് എന്തിനാ പണം വേണ്ടേ? ഞാനും അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് തിരുത്തി. ദൈവത്തിന് പണം വേണോ? എന്തിനാ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സാത്താന്റെ രാജ്യം പണിയുന്നത് സാത്താന്റെ മക്കളെ കൊണ്ടാണ്. ദൈവവും ദൈവത്തിന്റെ രാജ്യം പണിയുന്നത് ദൈവത്തിന്റെ മക്കളെ കൊണ്ടാണ്. എന്റെ വിഷയം മാറിപ്പോവുക. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നിങ്ങളെ പണം വേണം. എന്തിനാ? നിങ്ങളെ കൊണ്ടാണ് അവന്റെ രാജ്യം പണിയിപ്പിക്കുന്നത്. ഇതൊരു പ്രതികാരം കൂടിയാണ്. നിന്നെ മലിനമാക്കിയ നിന്നെ കൊണ്ട് തന്നെ അവന്റെ രാജ്യം പണിയിപ്പിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിന്നെ കളങ്കമാക്കിയ നിന്റെ അനുഭവം കൊണ്ട് തന്നെ സാത്താനോട് ദൈവം പകരം വീട്ടും. ഇത് പകരം വീട്ടലിന്റെ ദിനമാണെന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഇത് കോംപ്രമൈസ് ചെയ്യേണ്ട സമയമല്ല, നിനക്ക് തിരിച്ചടിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമാകുന്ന നീ സമ്പാദിക്കുന്ന അനുഭവങ്ങളുടെ മുഴുവൻ കൺട്രോളും മാമോൻ എന്ന് പറയുന്ന ആ സ്പിരിറ്റാണ് നടത്തുന്നത്. ഈ ബാക്കിയുള്ള 90% വിശുദ്ധീകരിക്കുകയും നിന്റെ ലൈഫിനകത്ത് കയറി വരാനുള്ള മുഴുവനെയും ഇതുകൊണ്ട് അനുഗ്രഹിക്കുക ദൈവം. ഞാൻ ഇതിന്റെ വെളിപ്പാടുകൾ വാക്യ ശതമാനം മൊത്തം പറയാം. ഇതൊരു നിയമമല്ല, ഇതൊരു സിസ്റ്റമാണ്. ഒന്ന് പറഞ്ഞേ. ഇതൊരു സിസ്റ്റമാണ്. സാത്താൻ മനുഷ്യന്റെ മേൽ ചെലുത്തിയ സിസ്റ്റത്തെ പൊളിക്കാൻ ദൈവം ഇട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകല് മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ 10 ദൈവരാജ്യത്തിനുള്ളതായിരിക്കണം. ആധികാരികമായി പറയാണ്. ഇപ്പൊ പറയണ്ട, ആദ്യം പറയണ്ട. എനിക്ക് ഈ വെളിപ്പാട് തുറന്നു കിട്ടി ഈ കാലഘട്ടത്തിൽ, അതുകൊണ്ട് ഞാൻ പറയാണ്. ഹല്ലേലൂയ. ആദ്യം ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ലെന്നല്ല, എൻ്റെ തന്നെ ഞാൻ കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു. എന്താണെന്നറിയോ? ഇത് കൊടുത്താൽ നിന്റെ ലൈഫ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഉറപ്പായിട്ടും പെട്ടിരിക്കും. ആ ദൂത് കയറി വന്നുകൊണ്ടാണ്. നീ കൊടുക്കുന്ന സമ്പത്ത് കൊണ്ട് ദൈവരാജ്യം പണിയപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിമിത്തം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് വരുമ്പം പ്രാർത്ഥിച്ച അനുഗ്രഹം മേടിച്ചോന്നെ പോള്. ഇന്ന് പോലെ ഈ വിഷയത്തിനകത്ത് ഞാൻ അല്പം കൂടെ കർശനക്കാരനായി നിൽക്കുകയാണ്. അനുഗ്രഹം മേടിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം ഇതിനകത്ത് നിന്റെ നന്മയുടെ സോഴ്സ് ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ദൈവരാജ്യം ഇവണ്ണം എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിൽ കാണുന്ന വാക്ക് നിങ്ങൾ എഴുതി വെച്ച് വായിച്ചു പഠിച്ചോണം. കാരണം എന്നറിയാമോ? ഒരുവൻ ഒരു വയലിനെ കണ്ടു, നിധി അകത്തിരിക്കുന്നതുകൊണ്ട് അവന്റെ ഉള്ളത് മൊത്തം വിറ്റിട്ട് അവൻ ആ വയൽ മേടിച്ചു. എന്താ? വയല് ദൈവരാജ്യമാണ്. കാര്യം അവന്റെ ഉള്ളതിനെ മുഴുവൻ വർദ്ധിപ്പിക്കാൻ ഇതിനെ പറ്റുള്ളൂ. വിഷയം മാറുക. മെസ്സേജ് മാറിപ്പോയി. 5 ഉള്ളവൻ 5 കൂടെ വർദ്ധിപ്പിച്ചു. 2 ഉള്ളവൻ 2 കൂടെ, 2 ഉള്ളവൻ 1 കിട്ടിയവൻ കൊണ്ടുപോയി. ഓക്കെ, ഇത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? താലന്ത എന്താണ്? എന്നോട് ക്ഷമിക്കുക, പ്രസംഗ വിഷയം മാറി നിൽക്കുകയാണ്. താലന്താണെന്നാ പറയുന്നത്. എന്ത് താലന്താണ്? പാടാനുള്ള താലന്തോ? അതാണെന്ന് നമ്മൾ ഇതുവരെ കേട്ടേക്കുന്നത്. എന്നാ നിങ്ങൾ ഈ താഴത്തെ ഒന്ന് ഭാഗം ചിന്തിക്കണം. യജമാനൻ പറയുക, യജമാനൻ പക്ക ബിസിനസ് മൈൻഡ് ഉള്ളവനാ. യജമാനൻ എന്നാ പറയുന്നത്? നിനക്കുള്ളത് നീ പലിശക്കാരൻ. അങ്ങനല്ല നടക്കുന്നത്. നീ ഉള്ളത് മനസ്സിലായോ? ശില്പം, നിനക്ക് പാടാൻ കഴിവുണ്ട്, നീ എങ്ങനെ ഇതുകൊണ്ട് പലിശക്കാരന് കൊടുക്കുന്നേ? കൊടുക്കാൻ പറ്റുമോ? ഇത് ആ കഴിവല്ല.
ഇത് പണത്തെ പറ്റി തന്നെ പറഞ്ഞേക്കുന്നേ, ഇത് വർദ്ധിപ്പിക്കാനാ പറഞ്ഞേ, അല്ലേ? മനസ്സിലായില്ല, മനസ്സിലാക്കി തരാ. ദൈവരാജ്യം പണിയുന്നവനുണ്ട് ഇവിടെ. നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് നീ ദൈവരാജ്യത്തിന് വേണ്ടി ആ പണിക്ക് കൂട്ടിരിക്കാനാ പറയുന്നത്. ഓ, മനസ്സിലാവർക്കായി സ്തോത്രം. എന്തിനാണ് അടുത്താണ്, ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ പിടിച്ചു പറിക്കില്ലെങ്കിൽ നീ ഉണ്ടാക്കിയാൽ, ചിലരുടെ മുഖമൊന്നും തെളിയുന്നില്ല, ഇത് മനസ്സിലാകാത്ത കൊണ്ടാണ്. ആമേൻ. ഇല്ലാത്തവന്റെ കയ്യിൽ, ഞാൻ ഇതെല്ലാം കൊണ്ട് പഠിക്കുക. ഇത് ഇന്ന് രാവിലെ ഉള്ളതിന്റെ കൃത്യം എഴുതി അവസാനത്തെ വേണ്ടി എൻ്റെ രണ്ടാമത്തെ മോളെ കൊടുത്തിട്ടുണ്ട്. ഇത് നീ മുട്ടായി മേടിക്കരുത്, ഇത് കൃത്യമായിട്ട് കൊണ്ട് ഇട്ടേക്കണം. ഈ സാധനം ദൂത് മൊത്തം എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ ഇത് മൊത്തം കൊണ്ടുപോയി അവളോട് പറഞ്ഞു, ഈ ആഴ്ച വന്ന വരുമാനത്തിന്റെ ഇതാണ്, ഇത് മുഴുവൻ കൊണ്ടിട്ട് വെക്കണം. എന്നിട്ട് തലേ കവിച്ച് പ്രാർത്ഥന മേടിച്ചുകൊണ്ട് വന്നേക്കാവണമെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. കാരണം എന്നറിയോ, ഇതിനകത്ത് ഒരു സീക്രട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട്. അമ്മേ, ഇതിനകത്തൊരു നന്മ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിന്നെ ദൈവം അനുഗ്രഹിക്കുവാൻ ദൈവം ഇട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇത് പുതിയ നിയമത്തിൽ തുടങ്ങിയതല്ല, ഇത് നിയമം എഴുതിയ മോശയിൽ തുടങ്ങിയതല്ല. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഇതുണ്ട്. എന്താ? സാത്താൻ മലിനമാക്കിയ അവന്റെ അനുഗ്രഹത്തെ ദൈവത്തിന് ശുദ്ധീകരിക്കാനുള്ള സിസ്റ്റമാണിത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങളുടെ മേൽ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന വാക്ക്, ഇവര് 3 വർഷത്തിൽ 3 പ്രാവശ്യം ആരാധന നടത്താൻ വേണ്ടി ദേവാലയത്തിലേക്ക് കയറി പോകുമ്പോൾ ഇവര് നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇവരുടെ വീട് ദൈവം നോക്കും. ആദ്യം മുതൽ പറഞ്ഞു വന്നൊരു ദൂത് ഒറ്റ വാക്യത്തിനകത്ത് കയറുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, നീ ദേവാലയം പണിയാൻ ഇറങ്ങിയാൽ, ദേവാലയത്തിലേക്ക് പോയാൽ, ദേവാലയത്തിൽ ആരാധന കഴിച്ചാൽ, ദൈവത്തിന് പ്രാധാന്യത കൊടുത്തിയാൽ നിന്റെ വീട് ശുഭവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരേപോലെ പറയുന്ന വാക്കാണ്, സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. എന്താണ്? സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചാൽ അത് ഇവിടെ വന്നിരുന്നാണെങ്കിലും വരാതിരുന്നാണെങ്കിലും നിങ്ങൾക്കത് ശുഭമായി തീരത്തില്ല. ഇതില്ല, പറഞ്ഞില്ലെന്നോർത്ത് നിങ്ങൾ ആരും രക്ഷപ്പെടണ്ട. കൃത്യമായിട്ട് പറയാണ്. ഇല്ലെങ്കിൽ ഓൺലൈനിൽ കിടപ്പുണ്ട്, ഇത് ഞാൻ കട്ട് ചെയ്ത് എല്ലാവർക്കും അയച്ചു തരാം. കാരണം നീ ഇവിടെ വരണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. എങ്ങനെയാണെന്നറിയാവോ? യുവമാർ ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ഇവര് രാജ്യം വിട്ടുപോയവരുണ്ട്. എവിടെയാ? രാജ്യം വിട്ടുപോയവരുണ്ട്, സംസ്ഥാനം വിട്ടുപോയവരുണ്ട്. എവിടെ പോയാലും ഈ 3 ഉത്സവങ്ങൾ 3 പ്രാവശ്യവും 7 ഉത്സവങ്ങൾക്കകത്തും എവിടെ ഉണ്ടായിരിക്കണം? ദേവാലയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം എന്തിനാ അങ്ങനെ ആഗ്രഹിച്ചേ? ദൈവം എങ്ങനെ ആഗ്രഹിച്ചേ? ദൈവം എങ്ങനെ ആഗ്രഹിച്ചെന്ന കാര്യം എന്നാ? ദൈവം ആഗ്രഹിച്ച പഴയ നിയമത്തിലേക്ക് ആദ്യ ഭാഗത്തേക്ക് പോകുമ്പോൾ അറിയാം, ഇവര് പ്രവാസത്തിൽ നിന്ന് പോന്നപ്പോഴേ ദൈവം ഇവരുടെ കൂടെ നടക്കുക. എന്തുവാ? ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധം പുലർത്തേണ്ടതിന്, ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധം പുലർത്തേണ്ടതിന് ദൈവം ഇവരുടെ കൂടെ നിന്ന് മാറിയിട്ടില്ല. മാറി എന്ന് തോന്നുന്നത് ഇവൻ മാറി നിൽക്കുന്നതുകൊണ്ടാണ്. ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എന്നെ ദൈവം സഹായിക്കുന്നില്ല, ദൈവം എൻ്റെ കൂടെ ഇല്ല? നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പമാണ്. ദൈവം നിങ്ങളെ വിട്ട് മാറിയിട്ടേ ഇല്ല. ഹല്ലേലൂയ. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇത് പഴയ നിയമത്തിലെ ഉത്സവങ്ങളെ കുറിച്ചുള്ള ആലോചന ആയതുകൊണ്ട്. ഞാൻ ഒരു പുതിയ നിയമ വേഷന് അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ചിന്തയില ഞാൻ പ്രസംഗിക്കുന്നത്. പുതിയ നിയമ ചിന്തയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിക്കാൻ ശ്രമിച്ച സാത്താന്റെ സകല ചിന്തകളെയും മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ദൈവം പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടപെട്ടേക്കുന്നത്. ആമേൻ.
എനിക്ക് തോന്നുന്നു സാത്താന്റെ ഒക്കെ ചിന്ത പൊട്ടിപ്പോകുന്ന ചോദ്യമായിരിക്കും. ആദാമിനോട് ചോദിച്ചേ, നീ പാപിയാന്ന് ആരാ പറഞ്ഞേ? അല്ലേ സജ്ജി? നീ പാപിയാണെന്ന്, നഗ്നനായി നീ നഗ്നനാണെന്ന് ആരാണ്? ഞാനീ പറഞ്ഞതിന്റെ ഭാഗം, ദൈവം മനുഷ്യന്റെ അടുക്ക വന്ന് നിൽക്കാൻ ആഗ്രഹിച്ചു. ദൈവം മനുഷ്യനുമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു. ദൈവവുമായി മനുഷ്യനുമായി ബന്ധം പുലർത്താൻ ആഗ്രഹിച്ചു. ഈ ബന്ധത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഈ ഉത്സവങ്ങൾ, ആരാധനകൾ, ദേവാലയങ്ങൾ, സഭായോഗങ്ങൾ മുഴുവായവ. ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ദൈവജനമെന്ന് പറയുന്ന ആരെയും ദൈവം അനുവദിക്കുന്നില്ല. ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, നിങ്ങൾ സഭായോഗങ്ങളെ വിലയില്ലായി ചിത്രീകരിച്ചാൽ അത് നിങ്ങൾക്ക് ശുഭമായി തീരുകയില്ല. ആമേൻ, ആമേൻ. പഴയ നിയമത്തിൽ പുരുഷന്മാർക്ക് മാത്രമേ ആരാധനയ്ക്ക് വരാൻ പറ്റുള്ളായിരുന്നു, അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനല്ല. പുതിയ നിയമത്തിൽ അങ്ങനല്ല. പുതിയ നിയമത്തിൽ എല്ലാവർക്കും ഒരുപോലെ. പുതിയ നിയമത്തിൽ സ്ത്രീകൾ മാത്രമോ, ഇതൊക്കെ ആരുടെ ചിന്തയാണെന്നറിയാം. പുരുഷന്മാര് മാത്രം പോയി ആരാധന കഴിച്ചാൽ മതി എന്നൊരു ബറവന്റെ ചിന്തയാണ്, അല്ലേ? പുതിയ നിയമത്തിൽ ദൈവം അത് അക്ഷരം പ്രതി നമുക്ക് തന്ന് ഏത് സമയത്തും നമുക്ക് ആരാധിക്കാനുള്ള ഒരു സമയമുണ്ട്. പുതിയ നിയമത്തിന്റെ ചിന്തയിൽ നിന്നുകൊണ്ട് ഞാൻ ആ വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാറ്റിവിടാം. നമ്മുടെ സഭായോഗങ്ങളെ, ഇത് പറയാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വന്നത്, നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചാൽ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾ പ്രാപിക്കുന്നത് ലേറ്റ് ആകും. എന്താവും? എന്താ ശില്പൻ? ലേറ്റ് ആകും. ശില്പയുടെ പേര് എനിക്ക് അറിയാവുന്നതുകൊണ്ട് വിളിച്ചാൽ എല്ലാവരുടെയും പേരറിയാം കേട്ടോ. ലേറ്റ് ആകും. എന്താണ് ലേറ്റ് ആക്കുക എന്നുള്ളത്? ആരുടെ പദ്ധതിയാണ്? കർത്താവിന്റെ പദ്ധതി കൃത്യസമയമാണ്. എന്താണ്? തക്ക സമയം, കൃത്യസമയം. ഹല്ലേലൂയ. നമ്മുടെ സമയത്തെ ലേറ്റ് ആക്കുക, ഇത് മുടക്കാൻ അവന് എന്ന് പറഞ്ഞാട്ടെ. സാത്താന് നമ്മൾ ഒരു പ്രോമിസിനെ മുടക്കി കളയാൻ പറ്റത്തില്ല. ആരും മിണ്ടുന്നില്ലല്ലോ. കൈ ഉയർത്തിക്കുക എല്ലാവരും. ഒന്നും കൈ കൊണ്ടുവന്നില്ല. എൻ്റെ ഒരു നന്മയും ഒരു പ്രോമിസിനെയും ഒരു വാഗ്ദത്തതയും സാത്താന് മുടക്കാൻ പറ്റത്തില്ല. അവൻ പക്ഷെ നിങ്ങളുടെ മനസ്സിനെ കട്ടെടുത്തുകൊണ്ട് പോയിട്ട് അവന് ലേറ്റ് ആക്കാൻ പറ്റും. എങ്ങനെയാണ്? കട്ടെടുക്കാൻ നിങ്ങൾ സമ്മതിക്കാതിരുന്നാൽ മതി, ഇതൊന്നും ലേറ്റ് ആകത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ മെസ്സേജിനകത്ത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, സാത്താൻ തക്ക സമയം എന്നുള്ള മെസ്സേജായിരുന്നു. സാത്താന് പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ല. അവന് പ്രത്യേകിച്ച് ആയുധവും ഇല്ല. നിന്റെ സമയമാണ് നിന്റെ സമയം നീ സാത്താന് കൊടുത്താൽ അത് അവന്റെ സമയം. നിന്റെ ആയുധം എടുത്ത് അവന് കൊടുത്താൽ അത് അവന്റെ. ഇതാണ് പറ്റിപ്പോയത്. നാമാണ് കുഴപ്പക്കാര്. ഹല്ലേലൂയ. നാമാണ് അവന് അവസ്ഥ കൊടുത്തത്, നാമാണ് അവന് പേര് കൊടുത്തത്, നാമാണ് അവന് പൊസിഷൻ കൊടുത്തത്, നാമാണ് അവന് സമയം കൊടുത്തത്, നാമാണ് അവന് അധികാരം കൊടുത്തത്. എല്ലാത്തിനെയും ആത്മാവിൽ ഇറക്കി വിടാൻ തയ്യാറാണെങ്കിൽ നീ പ്രാപിക്കാനുള്ളത് മൊത്തം പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. ഞാൻ പെസഹയിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പെസഹ ഇതൊരു അസാധാരണ ഇടപെടലാണ്. സാധാരണ ഇടപെടൽ. ഒരുപാട് ഇടപെടലുകൾ ദൈവവും മനുഷ്യനും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ദൈവത്തിന് മനുഷ്യന്റെ ഇടയിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ചില ഇടപെടലുകളായിരുന്നു. ആ ഇടപെടലുകളെ ഓർമ്മപ്പെടുത്താനായിട്ട് കാരണമായത് ഇവരുടെ പഴയ നിയമത്തിൽ ഈ ജനം ആയിരിക്കുന്ന സമയങ്ങളിൽ അവർക്ക് ആ ദൈവത്തിന്റെ ഇടപെടലിനെ ഓർത്തിരിക്കണം. ദൈവം എത്ര വലിയവനാണെന്ന് അടുത്ത തലമുറ അറിഞ്ഞിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കും. അങ്ങനത്തെ ഒരു ഇടപെടലാണ് ആബീബ് മാസം 14-ാം തീയതി എവിടെ നടക്കുന്നത്. ആ മാസത്തെ പറഞ്ഞു തുടങ്ങാൻ താല്പര്യപ്പെടുകയാണ്. ഇതൊരു മാസത്തിന്റെ ആരംഭ മാസം ആയിരുന്നില്ല, പക്ഷേ അത് ആരംഭ മാസമാക്കി. അവൻ ഇവരിറങ്ങിപ്പോയ ആ 400 ഇവർ അടിമത്തത്തിൽ കടന്ന 430-ാമത്തെ ദിവസം ദൈവം പ്രഖ്യാപിക്കുകയാണ്, ഇത് മാസങ്ങളുടെ ആരംഭമാകട്ടെ. കമോൺ. എനിക്ക് ഇതിനകത്ത് ഒത്തിരി ദൂത് പറയാനുണ്ട്. ഇത് മാസങ്ങളുടെ, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു പോയപ്പോഴാണ് അറിഞ്ഞത്
എല്ലാത്തിന്റെ ആരംഭങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസമാണത്. ആമേൻ. മാർച്ച് ഏപ്രിൽ വരുന്ന നമ്മുടെ കലണ്ടറിൽ മാർച്ച് ഏപ്രിൽ വരുന്ന ഞാൻ ഇത് ദൂത് കേട്ടപ്പോളെ വീടിന് ചുറ്റും 2 പ്രാവശ്യം ഓടി. 2 പ്രാവശ്യം ഓടിയതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഈ ആബീബ് മാസം 14-ാം തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 14 വരും. ഈ ദിവസം ഞാൻ ജനിച്ചേ. ആമേൻ. ഈ ദൂത് എത്രത്തോളം എന്നെ എഫക്ട് ചെയ്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം, ഞാനത് പഠിച്ചു വന്നപ്പം ഈ ഉൽപ്പത്തി ആരംഭം ആ സമയവും ഈ സമയമായിട്ട് വളരെ ബന്ധമുണ്ട്. മേൻ, ഇനി നിങ്ങൾ പഠിക്കണം. ഈ പെസക നടന്ന സമയങ്ങളെല്ലാം ചിന്തിക്കണം. ഇസ്രായേലിന്റെ ചരിത്രത്തിനകത്ത് ഈ പെസക നടന്ന സമയങ്ങളൊക്കെ നോക്കണം. ഈ സമയങ്ങൾക്കകത്ത് ഒരു സാത്താനും അവരെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല, ഒരു പ്രാവശ്യം ഒരു അടയാളം നടന്നതിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറയാം. പത്രോസിനെ തടവിലാക്കി. എവിടെ തടവിലാക്കി? റോമൻ തടവിലാക്കി. ഒന്നുകൂടെ പുറകോട്ടിറങ്ങി പറയാം. യാക്കോബിനെ കൊന്നുകളഞ്ഞത് യഹൂദന്മാർക്ക് ഇഷ്ടമെന്ന് കരുതി. എത്ര പേരെ ശ്രദ്ധിക്കുന്നുണ്ട്? ഇഷ്ടമെന്ന് കരുതി അവർ പത്രോസിനെയും പിടിച്ചു തടവിലാക്കി. തടവിലായി സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തായി? പെസഹയുടെ ഡേറ്റായി. പെസഹയുടെ ഡേറ്റായി. ഡേറ്റ് ആയപ്പോൾ ഈ ദിവസം കഴിഞ്ഞിട്ട് ഇവനെ വിസ്തരിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നപ്പോൾ ആ രാത്രിയിൽ ദൂതൻ ഒരു മിറക്കിൾ ചെയ്തു. ആ രാത്രിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങളെ പഴയ നിയമത്തിൽ ഹല്ലേലൂയ ആബീബ് മാസം 14-ാം തീയതി മിസ്രൈമിൽ ഹല്ലേലൂയ റാമയിൽ ഒരു ശബ്ദം വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു സംഹാരകൻ മിസ്രൈമിലൂടെ ഊടാടി സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആമേൻ. ഈ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തൽ നടന്ന ചരിത്രങ്ങളിലെല്ലാം വിടുതലുകൾ നടന്നിട്ടുണ്ട്. ഈ ദിവസമാണ് തിരിച്ചു വരും കനാൻ ദേശത്തേക്ക് കയറുന്നത്. ഈ ദിവസങ്ങളിലാണ് പല വിടുതലുകളും അവരുടെ ലൈഫിനകത്തുണ്ടായത്. ഞാൻ വേറൊരു സന്ദർഭത്തിൽ ഓരോന്നോരോന്നായി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആദ്യത്തെ ഭാഗത്തിലേക്ക് വരാം. ഹല്ലേലൂയ. ദൈവജനത്തോട് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ഈ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ ഭാഗങ്ങൾക്കകത്ത് പറയുന്നത്. 12-ാം അധ്യായം നിങ്ങൾ ആവർത്തിച്ച് വായിക്കേണ്ട ഒരു അധ്യായമാണ്. 12-ാം അധ്യായം 1 മുതൽ വായിച്ചു. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഈ ഭാഗമൊക്കെ ഞാൻ പറഞ്ഞു പോയതാണ്. ആട്ടിൻകുട്ടിയെ കുറിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം പറയാം. ഇതെല്ലാത്തിന്റെയും ആരംഭമായിരിക്കണം. ഇതെല്ലാത്തിന്റെ കാരണം എന്താ? ഇതൊരു തുടക്കമാണ്. ശ്രദ്ധിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞു വിട്ടൊരു ഭാഗമാണ്. പക്ഷെ ഇവിടെ ചേർക്കേണ്ട ഭാഗമായതുകൊണ്ട് ചേർക്കാണ്. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവനോട് പറഞ്ഞ ഒരു വലിയ പ്രോമിസ് ആയിരുന്നു, നീ ഒരു ജാതിയായി തീരും. ഇതൊന്നും വെറുതെ കിട്ടുകയല്ല, നീ ഒരു ജാതിയായി തീരും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ അതിന്റെ റൂൾ ലാംഗ്വേജ്, നീ ഒരു രാജ്യമായി തീരും. പിടിച്ചോ. എന്റെ ഹൃദയത്തെ ഒത്തിരി സന്തോഷിപ്പിച്ച ഈ ആഴ്ചയിൽ ഒത്തിരി ധൈര്യപ്പെടുത്തിയൊരു വാക്കാണ്. നീ അടുത്തിരിക്കുന്ന ആളേക്ക് നോക്കിയോ അല്ലെങ്കിൽ കണ്ണടച്ച് തലേ കൈവച്ചോ പറയാം, നീ ഒരു രാജ്യമായി തീരും. ഒരു മകൻ പോലും ഇല്ലാത്തപ്പോഴാണ് ഈ ദൂത് ഓടിച്ച് പെട്ടെന്ന് പറയാം. 1-2 സെക്കൻഡ് ഒന്നുകൂടെ പറഞ്ഞ, നിങ്ങൾ ഒരു രാജ്യമായി തീരും. ഈ ദൂത് കേൾക്കുമ്പോൾ പ്രവാചകന്മാർ എവിടെയുണ്ട്? അബ്രഹാമിനകത്തുണ്ട്. രാജാക്കന്മാർ എവിടെയുണ്ട്? അബ്രഹാമിനകത്തുണ്ട്. എവിടെയാ നോക്കുന്നത്? നിങ്ങൾ ബൈബിളിൽ നോക്കണം. അബ്രഹാമിനകത്തോട്ട് നോക്ക്, എല്ലാം എവിടെ കിടപ്പുണ്ട്. ഇപ്പൊ എന്താ ഉള്ളു? വാക്തത്വം ഉള്ളു. ഇപ്പൊ എന്താ ഉള്ളു? വാക്തത്വം ഉള്ളു. പക്ഷെ പ്രവാചകന്മാർ എവിടെയുണ്ട്? രാജാക്കന്മാർ, ന്യായാധിപന്മാർ എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്.
നീ ഒരു രാജ്യമായി പുറത്തു വരുമ്പോ ഇതെല്ലാം നിന്റെ കൂടെ കാണും. ഇനി ഇതിന്റെ വിടുതൽ എന്നാന്ന് ഞാൻ പറയാം. ഒരു രാജാവ് നിലവിൽ വരുന്നത് ശൗൽ അല്ലെങ്കിൽ ഇവർക്ക് രാജ്യമായിരുന്ന കാലഘട്ടത്തിലാണ്. ഇതൊരു ആരംഭമാണെന്ന് പറഞ്ഞ ദൂതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ആരംഭമാണ്. ഒന്നുകൂടെ പറയും, ഇതൊരു ആരംഭമാണ്. ഇത് രാജ്യത്തിലേക്കുള്ള ആരംഭമാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ് ഇതുവരെ എന്തായിരുന്നു? ഓരോരോ വ്യക്തികളായിരുന്നു. ആ ഒരു വ്യക്തി ആയിരുന്നവനെ ഒരു കുടുംബമാക്കി എന്ന് പറയണ. ഒരു വ്യക്തി ആയിരുന്നവനെ ദൈവം, ആ കുടുംബമായിരുന്നവനെ ദൈവം ഒരു സമൂഹമാക്കി. ദൂത് രാജ്യമാകുന്നുള്ള സമൂഹമായിരുന്നവനെ ഒരു വലിയ കൂട്ടമാക്കി. ഈ കൂട്ടം എവിടെ വെച്ചായത്? മിസ്രൈമിൽ വെച്ചായി. നിങ്ങൾ പുതിയ നിയമത്തിലെ പത്രോസിന്റെയും സേഫാനോസിന്റെയും ഒക്കെ പ്രസംഗം പഠിക്കണം. പ്രസംഗം പഠിക്കാൻ നേരത്ത് അവിടെ എഴുതി വെച്ചേക്കുന്ന ചെറിയ പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഇതാണ്: ഫറവോൻ ഇസ്രായേലിനെ ദണ്ഡിപ്പിച്ചപ്പോൾ അവർ വർദ്ധിച്ചു. എന്റെ കിളി പോയ ദൂതുകളൊക്കെ ഏത് എന്തുവാ? നമ്മളത് ഉറുപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആൾക്കാരെ ഇറക്കുമ്പോൾ ദൈവം അവരുടെ ഇടയിൽ അസാധാരണ മിറക്കിളുകൾ ചെയ്യാൻ. അതിന്റെയൊക്കെ മുഴുവൻ ഒരു ദൂതാണ്. ഹല്ലേലൂയ. പീഡന സമയത്ത് അവരൊരു വലിയ സമൂഹമായി. ഒന്ന് പറ, ഞങ്ങളൊരു വലിയ സമൂഹമാകും. ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെയാണ്. ഞങ്ങളൊരു വലിയ സമൂഹമാകും. ഇവർ മിസ്രൈമിൽ നിന്ന് പോരുമ്പോൾ ഒരാരംഭത്തിനുള്ള സമൂഹമായി ഇവർ. ആമേൻ. അഥവാ ഒരു രാജ്യത്തിനുള്ള സമൂഹമായി ഇവർ. ആമേൻ, ആമേൻ. എവിടെ വെച്ചാക്കി? മിസ്രൈമിൽ വെച്ച് അവരെ ഒരു രാജ്യമാക്കി ദൈവം. ഇനി രാജ്യത്തെ കൃത്യസ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാന്നുള്ള ഒരു ഭാഗമാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ ഇപ്പൊ ഇതിനകത്ത് കയറ്റി പറയുന്നതിന്റെ പിന്നിൽ ഒരു ദൂതുണ്ട്, ഒരു ശക്തമായ ദൂതുണ്ട്. അത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. അഥവാ അബ്രഹാം എന്ന ഒറ്റ വ്യക്തിയോട് ഈ ദൂത് പറയുമ്പോൾ, അബ്രഹാമിനകത്ത് രാജാക്കന്മാരുണ്ടായിരുന്നു, അബ്രഹാമിനകത്ത് ന്യായാധിപന്മാരുണ്ടായിരുന്നു, അബ്രഹാമിനകത്ത് പ്രവാചകൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കാലങ്ങളായിട്ട് അടുത്ത തലമുറയും രാജ്യവുമായി വരുമ്പോൾ ഇവരുടെ പുറത്തു വരേണ്ടവരാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പക്ഷേ അബ്രഹാം എന്നൊരു ഒറ്റ വ്യക്തിയിൽ ഇതെല്ലാം റിലീസായി. എല്ലാവർക്കും കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ പിടിച്ചോണോ? ആമേൻ. രാജ്യങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റാത്തവനെ അബ്രഹാം ഒറ്റയ്ക്ക് തോപ്പിക്കും. എങ്ങനെയാ? കാരണം നിന്നെക്കുറിച്ചുള്ള ദൂത് നീ രാജ്യമാകും എന്നുള്ളതാണ്. മനസ്സിലായില്ല? ആ രാജ്യമായി നിൽക്കുമ്പോൾ ആ രാജ്യത്തിന് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടോ അത് കേട്ടവന്റെ ഇവിടെ അബ്രഹാം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിലും അത് രാജ്യമാകുന്ന നിലവാരത്തിൽ എന്തും മാത്രം പ്രൗഢി ഉണ്ടോ അത്രത്തോളം പ്രൗഢി ദൂത് കേട്ടവന്റെ മേളിൽ കിടപ്പുണ്ട്. പിടിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അവന്റെ ലൈഫ് ദൈവം തിരിക്കും. ഉറങ്ങിക്കിടക്കുമ്പോഴും എഴുന്നേറ്റ് ആത്മാവിൽ പഠിക്കുമ്പോഴും കർത്താവ് എൻ്റെ മനസ്സിനെ ചലിപ്പിച്ച ദൂതുകളാണ് ഞാൻ ഇന്ന് രാവിലെ പറയുന്നത്. ഹല്ലേലൂയ. ഒന്നും ആയിട്ടില്ല എന്നോർത്ത് നീ ഒട്ടും ഭാരപ്പെടേണ്ട. ദൈവം നിന്റെ അകത്ത് പലതിനെയും പിടിക്കാനുള്ള ശക്തിയുടെ സകല സാമഗ്രികളും, ഒന്നുകൂടി പറഞ്ഞാൽ നിനക്ക് ആക്രമിക്കുവാൻ വേണ്ടിയുള്ള സകല ആയുധങ്ങളും അനുഭവങ്ങളും നിന്റെ അകത്ത് ദൈവം ശരിയാക്കി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ആത്മാവിൽ കൈ ഉയർത്തി പിടിച്ചോണം. ദഹിക്കാൻ പറ്റുന്നില്ലെന്ന് അറിയാൻ പലർക്കും. ഇതൊരാരംഭമാണെന്ന് പറഞ്ഞേ. പെസഹ ഒരു ആരംഭമാണ്. പെസഹയുടെ ദിവസം ഒരു ആരംഭമാണ്. ഈ മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ജനിച്ചവരെല്ലാം പറയും, പ്രത്യേകിച്ച് ഒരു ദൂതോടെ പറയാണ്, നിങ്ങൾക്ക് വലിയത് ചിലത് പിടിക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. ഈ മാസങ്ങൾ തീരുന്നില്ല. താഴോട്ട് വരുമ്പോൾ ഉത്സവങ്ങളുടെ മാസങ്ങൾ ഞാൻ എടുത്ത് നിങ്ങോട്ട് വെക്കാം. ഒരു പുതിയ ആരംഭം, ഒരു പുതിയ രാജ്യത്തിന്റെ ആരംഭം ഇടാൻ നേരത്ത് പുതിയൊരു നിയമം ഓർമ്മപ്പെടുത്തലായിട്ട് അവരുടെ ഉള്ളിൽ കൊടുക്കുക. അതാണ് നമ്മൾ വായിച്ചത്. ഈ ദിവസം
ഈ മാസം സംവത്സരങ്ങളുടെ ആരംഭമായി നിങ്ങൾ ആചരിക്കണം. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മാസമാണ്. പിന്നീട് കലണ്ടറിൽ ഇത് ആരംഭങ്ങളുടെ ആബീബ് മാസം, ആരംഭങ്ങളുടെ മാസമായി. ദൈവ ഇടപെട്ട ദിവസം. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ദൈവം നിങ്ങളുടെ ഇടപെട്ട ദിവസത്തെയും ദൈവം നിങ്ങളുടെ ഇടപെട്ട മാസത്തെയും ഇടപെട്ട വർഷങ്ങളെയും കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ 10-ാം തീയതി ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ, 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ എടുക്കണം. അതെന്തായിരിക്കണം? ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ എടുക്കണം. 3 ദിവസം 14-ാമത്തെ ദിവസം വരെ അതിനെ അവർ സൂക്ഷിക്കണം. ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ ലേവ്യ പുസ്തകത്തിൻ്റെ പകുതി ഭാഗം കഴിയുമ്പോൾ അതിന് 24-ാം അധ്യായം താഴോട്ട് പഠിച്ചു വരുമ്പോൾ, എടുക്കണ്ട, വായിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു ചട്ടങ്ങളുടെ കൃത്യത ഇവിടെ പറയുന്നുണ്ട്. ഇതിനൊന്നിനും മാറ്റമില്ല. പറഞ്ഞ ഇതിനൊന്നിനും മാറ്റമില്ല. 4 ദിവസം മുമ്പേ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഊനമില്ലാത്തതായിരിക്കണം. ഒന്ന് പറഞ്ഞേ. ഊനമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതെല്ലാം ഊനമുള്ളതാണ്. ഊനമില്ലാത്തത് സ്വർഗത്തിൽ നിന്ന് വരണം. സ്വർഗത്തിൽ നിന്ന് വന്ന ഊനമില്ലാത്ത കുഞ്ഞാടാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. പാപത്തിന്റെ, ശാപത്തിന്റെ, ഹല്ലേലൂയ, അടിമത്തത്തിന്റെ, ഹല്ലേലൂയ, സകല കെട്ടും പൊട്ടിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാടാണ് നമ്മുടെ യേശു കർത്താവ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇവന്റെ മേൽ, ഹല്ലേലൂയ, ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 10-ാം ദിവസം ഏറ്റെടുത്തതിന് 3 ദിവസം സൂക്ഷിക്കണം. 3.5 വർഷം യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ പൂർണ്ണമായ, തൻ്റെ ഊനമില്ലാത്ത, തൻ്റെ പാപമില്ലാത്ത തൻ്റെ ശരീരത്തെ ഭൂമിയിൽ പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഊനമില്ലാത്ത ആ കുഞ്ഞാടായിരുന്നു നമ്മുടെ യേശു കർത്താവ്. ഞാൻ പുതിയ നിയമവും പഴയ നിയമവും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 14-ാമത്തെ ദിവസം അതിനെ അറുക്കണം. ആമേൻ. ഊനമില്ലാത്ത കുഞ്ഞാടാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അറുക്കപ്പെട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം പഴയ നിയമത്തിൽ കോലാടിന്റെയോ ചെമ്മരിയാടിന്റെയോ ഊനമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം ഈ സോപ്പ് തണ്ടിന്മേൽ മുക്കി ഇവർ പാർക്കുന്ന വീടിന്റെ പുറത്തെ കട്ടള മേലും 2 കട്ടളയിലും കുറുമ്പടി മേലും പുരട്ടണം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കുഞ്ഞാടിന്റെ രക്തത്താൽ അടിമത്തം പൊട്ടി പുറത്തു വന്ന വ്യക്തികളാണ് എന്നെ കേൾക്കുന്നതെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നിന്റെ മേല് ഒരു ശാപങ്ങളോ ഒരു പാപങ്ങളോ ഒരു അടിമത്തങ്ങളോ വാഴാൻ കഴിയാത്ത രീതിയിൽ ഒരു രക്തത്തിന്റെ കവറ്. ആമേൻ, 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 ആമേൻ. ഒരു രക്തത്തിന്റെ കവറ് നിന്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. സംഹാരകൻ പുറത്തിറങ്ങുമ്പോൾ സംഹാരകൻ രക്തം പുരട്ടിയ കട്ടള കാണുമ്പോൾ അവൻ ഈ വൈരിനെ വിട്ടുമാറും. ആമേൻ. അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തം കിട്ടി പുറത്തു വന്നവരാ നിങ്ങൾ. ആമേൻ.
യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കവറുള്ള എത്ര ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട, നിങ്ങളുടെ വിടുതലിന് വേണ്ടി വെളിപ്പെട്ടത് പൊന്നല്ല, വെള്ളിയല്ല, അവന്റെ വിലയേറിയ രക്തമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ശക്തിയോടെ പറയാൻ കഴിയും, ഒരു പാപങ്ങൾക്കോ ഒരു ശാപങ്ങൾക്കോ ഒരു അടിമത്തങ്ങൾക്കോ നിങ്ങളെ പിടിച്ചു വെക്കുന്നത് കഴിയത്തില്ല. ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്തിന്റെ കവറുള്ള ദൈവമക്കളോട് ഇന്ന് പകലും പറയും, മറക്കാതെ നിന്റെ മനസ്സിനകത്ത് 24/7 വർഷത്തിന്റെ എല്ലാ ദിവസവും, എല്ലാ മാസവും, എല്ലാ അനുഭവങ്ങൾക്കകത്തും രക്തം നിനക്ക് മുദ്രയായിരിക്കണം എന്ന് പറഞ്ഞാടെ. യേശുവിന്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്. അല്ല, വിടുതൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എത്ര കടുംചുമപ്പായിരുന്നാലും, പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു പുണ്യാക രക്തം യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ആമേൻ. ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേശങ്ങളുടെ കെട്ട് പൊട്ടിക്കാൻ, മിസ്രൈമിനകത്ത് നിന്ന് തലമുറയുടെ ജനറേഷന്റെ കെട്ട് പൊട്ടിക്കാൻ ഇറങ്ങി വന്ന കുഞ്ഞാടിന്റെ രക്തം ഈ പകലും ശക്തിയോടെ നിലവിളിക്കുന്നത് എനിക്ക് കേൾക്കാം. എബ്രായ ലേഖനത്തിനകത്തൊരു മനോഹരമായ വാക്യമുണ്ട്. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം സഹോദരനായിട്ടും ഹല്ലേലൂയ തൻ്റെ ജ്യേഷ്ഠന് നേരെ വിലപിക്കുന്ന ഒരു രക്തമായി ഹല്ലേലൂയ ഹാബേലിന്റെ രക്തം വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്നും ഭൂമിയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ടവരുടെ വിടുതലിന് വേണ്ടി ഇപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കേൾക്കുന്ന വിശ്വാസികൾ ആമേൻ പറയട്ടെ. ഈ പകലും മുണ്ടക്കയത്തെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, പാപങ്ങൾക്കകത്തും ശാപങ്ങൾക്കകത്തും ലഹരികൾക്കകത്തും വീണുപോയ മനുഷ്യനെ വിടുവിക്കുവാനൊരു രക്തമുണ്ട്. ആ രക്തം യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം. കുഞ്ഞാടിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട് എനിക്ക്. അത് അസ്ഥി ഒടിയാത്ത ഒരു കുഞ്ഞാടായിരിക്കണമെന്ന് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഊനമില്ലാത്ത കുഞ്ഞാട്, അസ്ഥി ഒടിയാത്ത കുഞ്ഞാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി ഉള്ളതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്റെ വീട്ടിലൊരു പ്രശ്നം കയറി വരുന്നെന്ന്, നിന്റെ വീട്ടിലൊരു പ്രതികൂലം കയറി വരുമ്പോൾ പാസ്റ്ററെ അല്ല ആദ്യം വിളിക്കേണ്ടത്. ആദ്യം വിളിക്കേണ്ടത് നിനക്കൊരു കുഞ്ഞാടുണ്ട്. നിനക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം വിളി അവിടെ ചെല്ലണം. ഹല്ലേലൂയ. യോഹന്നാൻ ഭാവി കാണാതെ വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അകത്തും പുറത്തും മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം തുറന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അടയ്ക്കപ്പെട്ടതുപോലെ കാണുന്നുണ്ട്. അത് മുന്നോട്ടുള്ളത് കാണാൻ കഴിയാത്തത് കൊണ്ട് യോഹന്നാൻ കരയുകയാണ്. യോഹന്നാന്റെ കരച്ചിലിന് കാര്യമുണ്ട്. കാരണം ഒരു മൂപ്പൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഭൂമിയിലോ സ്വർഗത്തിലോ ഈ പുസ്തകം തുറക്കുവാനും ഇതിന്റെ മുദ്ര തുറക്കുവാനോ മുദ്ര പൊട്ടിപ്പാനോ കഴിവുള്ളവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരെയും കാണാത്തത് കൊണ്ട് യോഹന്നാൻ കരയുന്നു. തൊട്ടുപിറകെ ഒരു മൂപ്പൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, യോഹന്നാനെ നീ കരയണ്ട. സ്വർഗത്തിലും ഭൂമിയിലും ആരും ഈ മുദ്ര പൊട്ടിപ്പാനോ ഈ പുസ്തകം തുറക്കുവാനോ നിന്റെ ഭാവി കാണാനോ കഴിയാത്തത് കൊണ്ട് നീ കരയണ്ട. യഹൂദാ ഗോത്രത്തിലെ വേരും ദാവീദിന്റെ ഗോത്രത്തിലെ സിംഹവുമായ യേശു കർത്താവ് ഈ മുദ്ര പൊട്ടിപ്പാനും ഈ പുസ്തകം തുറക്കാനും യോഗ്യത പ്രാപിച്ചിരിക്കുന്നു. ഭാവി ഇരുളടഞ്ഞു പോയ സാത്താന്യ കരസ്പർശം കൊണ്ട് ഇരുളടഞ്ഞു പോയ മനുഷ്യഭാവിയെ തുറന്നു കൊടുക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം ഈ പകരം നിങ്ങൾക്ക് വിടുതലായി വ്യാപരിക്കുന്നുണ്ട്. ഇത് ദേശത്തിന് വിടുതലാ, ഇത് ജനറേഷന് വിടുതലാ. ഹല്ലേലൂയ. യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത്
തൊട്ടുപുറകിൽ താൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന തേജസ് രൂപിയായ യേശുവിനെ അല്ല കാണുന്നത്. ഒരു കുഞ്ഞാടിന്റെ തോലുരിച്ചതുപോലെ യേശു ക്രിസ്തു ഇറ്റിറ്റ് വീഴുന്ന ഒരു രക്തതുള്ളികളെ പോലെ നിൽക്കുന്നു. ഇങ്ങനെ മൂപ്പൻ വിളിച്ചു പറയും, ഈതാ ഈ മുദ്ര പൊട്ടിപ്പാനും ഈ പുസ്തകം തുറപ്പാനും യോഗ്യത പ്രാപിച്ച ഒരു കുഞ്ഞാട്. അവനാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. ലോക സ്ഥാപനങ്ങൾക്ക് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട്. നിന്റെ രക്ഷയുടെ കേന്ദ്രബിന്ദു, നിന്റെ വിടുതലിന്റെ കേന്ദ്രബിന്ദു. അവന്റെ രക്തം മൂലം രാശിക്ക് പ്രായശ്ചിത്തം ലഭിച്ചു. കരം അടിച്ചെന്ന് കർത്താവിനെ സൂചിച്ച അവന്റെ രക്തത്തിന് മുമ്പിൽ ഒരു പൈശാചിക ശക്തിക്കും ഒരു പാരമ്പര്യ ശക്തിക്കും നിൽക്കാൻ കഴിയത്തില്ല. ഇന്നും ആ രക്തം എനിക്ക് വേണ്ടി സംസാരിക്കുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, ശില്പേ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു രക്തമുണ്ട്. റോസമോളെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു രക്തമുണ്ട്. നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന ഒരു രക്തം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സംഹാരകൻ ഊരിപ്പിടിച്ച വാളുമായി വരുമ്പോൾ ഹല്ലേലൂയ കട്ടളപ്പടിമേൽ രക്തം നിൽക്കുന്നു. രക്തം നിൽക്കുന്നു. നീ അറിയാതെ നിന്റെ ശരീരം മുഴുവൻ നിലനിൽക്കുന്ന ഒരു രക്തമുണ്ട്. ആ രക്തം യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. പിടിച്ചോണം ഈ ദൂതിനെ. ഒരു ശാപങ്ങൾക്കോ ഒരു രോഗത്തിനോ നിന്റെ ശരീരത്തിനകത്ത് കർത്തൃത്വം നടത്താൻ കഴിയാത്ത ഒരു രക്തം പുറത്തല്ല, അകത്ത്. കഴിഞ്ഞ ദിവസം ആത്മപകർച്ചയുടെ മീറ്റിംഗ് അടുത്ത മാസം 14-ാം തീയതി നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പം ഇച്ചിരി പ്രായമായി. ഞാൻ 38-ൽ നിന്ന് 39 ഓടുകയാണ്. ഗ്ലാഡ്സൺ പാസ്റ്റർ എന്നെക്കാളും 1.5 വയസ്സിന് ഇളയതാ. അപ്പം അദ്ദേഹം പറഞ്ഞാണ്, ഞങ്ങളിപ്പം മധ്യവയസ്കരിലേക്ക് കണ്ടാ തോന്നുന്നില്ലെങ്കിലും മധ്യവയസ്കരിലേക്ക് ഞങ്ങൾ കയറി. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും യൗവനക്കാരന്റെ രക്തം ഞങ്ങളുടെ അകത്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഇപ്പോഴും തുടിക്കുന്ന ഒരു യൗവനക്കാരന്റെ രക്തം നമ്മുടെ അകത്തുണ്ട്. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നത് ഹല്ലേലൂയ മേഘങ്ങളിൽ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ഒറ്റ നെടിശബ്ദം കൊണ്ട് നിങ്ങളുടെ അകത്തിരിക്കുന്ന തേജസ്സാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരങ്ങളെ, രോഗമയമായി നിൽക്കുന്ന ശരീരങ്ങളെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തികഞ്ഞ യൗവനക്കാരനായി നിന്റെ ജീവിതത്തിനകത്ത് എന്നായിരുന്നു ഏറ്റവും നല്ല സൗന്ദര്യം ബ്രൈറ്റായി പുറത്തു വന്നേ, അതിനേക്കാളും 10 ഇരട്ടി ബ്രൈറ്റായി നീ പുറത്തു വരും. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാക രക്തം. ആ രക്തം നമുക്ക് വേണ്ടി നിൽക്കുക. പറയാതെ പറഞ്ഞു കഴിഞ്ഞു, യേശു ക്രിസ്തുവിന്റെ കാൽവറി കുരിശിന് നിഴലാണ് പെസഹ. ആമേൻ. ഹല്ലേലൂയ. ഈ പെസഹയാണ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു ഒരുക്കപ്പെട്ട മാളിക മുറിക്കകത്ത് നടത്തുന്നത്. എല്ലാ പ്രാവശ്യവും ഇവർ പെസഹ ആചരിച്ച് അപ്പം തിന്നുന്ന സമയത്ത്, ഇടയ്ക്ക് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് 3 അപ്പത്തെ മാറ്റി വെക്കും. 3 അപ്പത്തെ മാറ്റി വെക്കും. ഇവർക്കൊരു പ്രത്യേക സഞ്ചിയുണ്ട്. ഈ കാണാൻ കൊള്ളാവുന്ന അപ്പം എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് മേടി വെക്കും. ആദ്യം കാണാൻ കൊള്ളുന്ന വെക്കും, വിരൂപമായതെല്ലാം മേടി വരും. ഇതെല്ലാം കൂടി എടുത്ത് നേരെ തിരിച്ചു വെക്കും. ഇതെല്ലാം കൂടെ എടുത്ത് തിരിച്ചു വെക്കും. തിരിച്ചു വെച്ചിട്ട് പെസഹയുടെ ക്രമങ്ങൾക്കകത്ത് ഒത്തിരി ക്രമങ്ങളുണ്ട്. അതിനകത്ത് ചില ക്രമങ്ങളാണ്. ഇതിൽ ഇവർക്കൊരു പ്രത്യേക സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്തേക്ക് എടുത്തു വെക്കും. ആദ്യത്തേത് അബ്രഹാം, താഴത്തെ സഞ്ചിക്കകത്തേക്ക് യാക്കോബ്, നടുക്കത്തെ സഞ്ചിക്കകത്ത് ഇസഹാക്ക്. ഇതെടുക്കാറില്ല. അപ്പമെല്ലാം തിന്ന ശേഷം മിച്ചം വരുന്നതെല്ലാം ചുട്ടുകളയും. മിച്ചം വരരുതെന്നുള്ളതാണ്. മിച്ചം വരാത്ത രീതിയിൽ പൊളിക്കുന്നതിന് മുമ്പ് ഈ അപ്പം മുഴുവൻ തിന്നിരിക്കണം എന്നുള്ളത്. ഇങ്ങനെ മൊത്തം പറയാൻ സമയമില്ല. എങ്കിലും മാറ്റിവെച്ച അപ്പം, വിരൂപമാകപ്പെടാത്ത അപ്പം, ആ അപ്പം എപ്പോഴും എടുത്തിട്ട്
ഇവർ ചുട്ടുകളയാറാണ് പതിവ്. ചുട്ടുകളയാറാ പതിവ്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ പെസഹയിൽ എപ്പോഴും നടക്കുന്നതിനേക്കാൾ ചെറിയൊരു മാറ്റം ആ പെസഹയ്ക്ക് കൊടുക്കുക. കാരണം അത് അവസാനത്തെ പെസഹയാ. അവസാനത്തെ പെസഹ. ആ പെസഹയുടെ അപ്പം എടുത്ത് ഇസ്ഹാക്കിന് നിഴലായി നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ വിരൽ ചൂണ്ടുന്ന ആ അപ്പം എടുത്ത് കയ്യിലെടുത്തിട്ട് യേശു പറയാം, ഇതെൻ്റെ ശരീരമാകുന്നു. എന്നിട്ട് വാഴ്ത്തി അവർക്ക് കൊടുത്തു. പെസഹയുടെ അവസാനം യേശു ക്രിസ്തുവിന്റെ ശരീരം വിഭാഗിച്ചു കൊടുത്തു. നാം എന്തിനാണ് ഈ കർത്താവിൻ്റെ മേശ, കർത്താവിൻ്റെ രക്തത്തിൻ്റെ നിഴല് ഇപ്പോഴും ഒരു ആചാരം പോലെ ഓർമ്മ ശുശ്രൂഷിക്കുന്നത്? എപ്പോഴും അവൻ്റെ മരണത്തെ എന്തിന് ശരീരത്തിൽ പ്രസ്താവിക്കുന്നു? നമ്മൾ വചനം പറയുന്നത് ഇവരെല്ലാം വർഷത്തിൽ 3 പ്രാവശ്യം കയറി വരണമെന്ന് പറഞ്ഞത്. നമ്മളിവിടെയോ എല്ലാ ആഴ്ചയിലും വചനം പറയുന്നു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും നിങ്ങളുടെ ശരീരത്തിൽ, അത് ഞായറാഴ്ച മാത്രമെന്നില്ല, കൂടി വരുമ്പോഴൊക്കെയും നിങ്ങളുടെ ശരീരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കണം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് യേശുവിൻ്റെ മരണത്തെ പ്രസ്താവിച്ചാൽ അവൻ്റെ ജീവൻ നിങ്ങളുടെ അകത്ത് വാഴും. ആമേൻ. നിങ്ങൾ കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, സ്വീകരിക്കുന്നതിനേക്കാൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്വാധീനിക്കുന്ന സകല രോഗശക്തികളെയും പൊട്ടിക്കാൻ പറ്റുന്ന അഭിഷേകം ഇതിനകത്തുണ്ട്. ഇത് തിരിച്ചറിവിനകത്ത് കയറിയുണ്ടല്ലോ, ഇതിനകത്ത് കയറി ഒരാഴ്ചയിലും വലിച്ചു കയറിക്കൊണ്ട് ഒരു സാധനം ഇത് കഴിക്കുമ്പോൾ ഇറങ്ങിപ്പോവും. പക്ഷെ ആ ഒരു വിശ്വാസത്തെ കഴിക്കണം. ആമേൻ. ഇപ്പോഴും എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു രക്തം, ഹാബീലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം. ആമേൻ. ആമേൻ. ഞാനിവിടെ വെച്ച് ഈ ഭാഗം നിർത്തുക. അടുത്ത ആഴ്ചയും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, കണ്ടിന്യൂ ചെയ്യണം. ഹാബീലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം പുതിയ നിയമത്തിലുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി വായില്ലാതെ കട്ടളപ്പടിമേൽ സംസാരിക്കുന്ന ഒരു രക്തം. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കയറിയവൻ രക്ഷപ്പെട്ടിരിക്കും. ആമേൻ. യേശു ക്രിസ്തു എന്ന വാതിൽ, ആ പണ്ടേയുള്ള വാതിൽ, ആ പണ്ടേയുള്ള വാതിൽ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കപ്പെടുമ്പോൾ വിശ്വാസത്തോടെ ഈ ദൂതിനെ നിങ്ങൾ സ്വീകരിച്ചോണം. അവൻ്റെ രക്തം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. രക്തത്തിൻ്റെ പ്രത്യേകത, ഭൂമിയിൽ വീണ നിമിഷങ്ങൾക്കകം അത് ഉണങ്ങിപ്പോകും, അതൊരു കറയായിത്തീരും. അല്ലേ? എത്രയോ ഷർട്ട് പോയിട്ടുണ്ടെന്നറിയോ, കറയായി, എൻ്റെ രക്തം വീണ്. പക്ഷെ അവൻ്റെ രക്തം ഇന്നും കറയല്ല. അവൻ്റെ രക്തം ഇന്നും കറയല്ല, അവൻ്റെ രക്തം ഇന്നും ജീവനാണ്. അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് തന്ന്, അഥവാ രക്തത്തിനകത്താണ് ജീവൻ ഇരിക്കുന്നത്. അവസാന തുള്ളി രക്തവും തന്ന് എന്നെ വീണ്ടെടുത്ത യേശു ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. പെസഹ നമ്മോട് പറഞ്ഞ, പെസഹ ഈ മിസ്രൈമിനോട് പറഞ്ഞ ഒരേ ഒരു ആശയം, ഹല്ലേലൂയ, മിസ്രൈമിൽ കടിഞ്ഞൂലുകൾ മുഴുവൻ മരിക്കേണ്ട സാഹചര്യം നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആ സംഹാരകന്റെ കയ്യിൽ നിന്ന് ഞാൻ ആ ജനത്തെ രക്ഷിക്കുവാനിടയായി തീർന്നു. മിസ്രൈമിൽ വലിയ ആടിമത്തം നിലകൊള്ളപ്പോൾ ആ ജനത്തെ പുറത്തു കൊണ്ടുവന്നത് ആ രക്തമാണ്. ഹല്ലേലൂയ. മുമ്പേ വന്ന സകല ബാധകൾക്കും ചെയ്യാൻ കഴിയാത്തത് യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിന് കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടവരായി അവർ പുറത്തു വന്നതുകൊണ്ട് എല്ലാ വർഷവും ഈ ദിവസം ആരും വീട്ടിൽ ഇരിക്കാൻ പാടില്ല, ആരും ജോലി ചെയ്യാൻ പോകാൻ പാടില്ല, എല്ലാവരും ദേവാലയത്തിൽ വന്നിരിക്കണം. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഇനി പ്രസംഗിക്കാൻ എനിക്ക് ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചാട്ടെ, നിങ്ങളുടെ ഫാമിലിയെ ഏൽപ്പിച്ചാട്ടെ.
നിങ്ങളുടെ വീടിനെ ഏൽപ്പിച്ചാട്ടെ, നിങ്ങളുടെ തലമുറകളെ ഏൽപ്പിച്ചാട്ടെ, നിങ്ങളുടെ പ്രോപ്പർട്ടിയെ ഏൽപ്പിച്ചാട്ടെ, നിങ്ങൾക്കുള്ള ആയുസിനെ ഏൽപ്പിച്ചാട്ടെ, നിങ്ങളുടെ ആരോഗ്യത്തെ ഏൽപ്പിച്ചാട്ടെ, ഇതിനെല്ലാം പ്രൊട്ടക്ഷൻ നൽകുന്നത് രക്തത്തിൻ്റെ കവറാണ്. നിങ്ങൾക്കറിയാമോ, ഒരു രക്തത്തിൻ്റെ നിയമം, പുതിയ നിയമം, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകും. രക്തം കൊണ്ട് എഴുതിയ ഒരു നിയമം നമുക്ക് വേണ്ടി ഇന്നും വാദിച്ചുകൊണ്ടിരിക്കും. കൊലോസ്യ ലേഖനത്തിനകത്തൊരു മനോഹരമായ വാക്കുണ്ട്. ഈ കല്ലിൽ എഴുതിയ നിയമം ആർക്കും വായിക്കാൻ പറ്റത്തില്ല. വിരോധമായി നിനക്ക് വേണ്ടി എഴുതിയ എഴുത്ത്, വിരോധമായി എഴുതിയ എഴുത്ത് രക്തം കൊണ്ട് അവൻ മായ്ച്ചു കളഞ്ഞു. കൈ ചൂണ്ടി നീ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുന്ന കുറ്റം, ആരോപിക്കത്തക്ക രീതിയിൽ കുറ്റം ഉണ്ടായിരുന്നു. പക്ഷെ രക്തം കയറി എന്ന് പറയാം, ഇല്ല, ഞാൻ അതിനെ തൂത്തുമാറ്റി. ഹാബേലിന്റെ രക്തം സഹോദരന്റെ ജീവന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹാബേലിന്റെ രക്തം സഹോദരന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്തം അനേകരുടെ വിടുതലിന് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, മുണ്ടക്കയത്തുള്ള സകലർക്കും വേണ്ടി യേശുക്രിസ്തുവിന്റെ പാപപരിഹാരയാഗം നടന്നു കഴിഞ്ഞു. ഇസ്രയേലിന് 2 ജനറേഷനെ പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റും. മോശയുടെ കീഴിലൊരു ജനറേഷൻ, യോശുവയ്ക്ക് കീഴിലൊരു ജനറേഷൻ. യോശുവയുടെ കീഴിൽ വന്ന ജനറേഷൻ ഈ ചരിത്രമേ അറിയാവുള്ളൂ, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ മോശയുടെ കീഴിലുള്ള ജനറേഷൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഫ്രീഡം അനുഭവിച്ചത് ഈ അടുത്ത ജനറേഷനാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, വർഷങ്ങൾ പോകും തോറും ഇതിൻ്റെ പഴക്കം കൂടുകയല്ല, പുതുക്കം കൂടുകയാണ്. പുതുക്കം കൂടുകയാണ്, പുതുക്കം കൂടുകയാണ്. ഇന്നും ആ രക്തം വ്യാപരിക്കുന്നു, ഇന്നും ആ രക്തം വ്യാപരിക്കുന്നു. കണ്ണുകളടച്ച് ദൈവശനം ഏൽപ്പിച്ചാട്ടെ. നിങ്ങളുടെ എല്ലാ സമ്പത്തിനെയും ആരോഗ്യത്തെയും എല്ലാത്തിനെയും ഏൽപ്പിച്ചാട്ടെ. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടൊന്ന് കവർ ചെയ്താട്ടെ. ഇപ്പോഴും അവൻ വ്യാപരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം വ്യാപരിക്കുകയാണ്. പെസക നമ്മുടെ പെസക കുഞ്ഞാട് അറുക്കപ്പെട്ടുവല്ലോ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ കവറ് സകലത്തിൻ്റെ മീതെ വീഴുകയാണ്. ആ തിരിച്ചറിവ് നിങ്ങളുടെ അകത്തുണ്ടാകുമ്പോൾ നീ ഒന്നിനെയും പേടിക്കത്തില്ല, നിന്റെ മുമ്പിൽ ഒന്നും നിലനിൽക്കത്തില്ല. നല്ല പിതാവേ, ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞ് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം മൂലമുള്ള വിടുതൽ ഇവർ അനുഭവിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഒരു ഭറവോനും ഇനി ഇവരെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഒരു ഭറവോനി ശക്തികൾക്ക് ഇവരുടെ സമ്പത്ത് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഒരു ഭറവോനി സമ്പത്തും ഭറവോനിയ രാജ്യത്തിനും ഇവരുടെ കുടുംബത്തെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. കർത്താവേ, നീ ആരംഭിച്ച ആരംഭമാണ് ഇസ്രായേൽ. അവരെ തടഞ്ഞു വെക്കാൻ ദൈവമേ, അവരിന് അന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകലും മുതൽ ഇവരുടെ ലൈഫിനകത്ത് ആരംഭങ്ങൾ സംഭവിച്ചതിനായി സ്തോത്രം. കുഞ്ഞാടിൻ്റെ രക്തം മൂലം ഈ വിടുതൽ ഇവരുടെ മേൽ സ്പ്രെഡ് ആയതിനായി സ്തോത്രം.